from a busy schedule and join with us. Now let me invite our Said sir, General Secretary of KCTU for entering welcome speech. Over to you, Said sir. ഹലോ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ഈ ഉറവിന്റെ തീരത്തായിരുന്നിട്ട് 97ാമത്തെ വെബിനാറാണ്. ഇനി ഏതാണ്ട് ആഴ്ചകൾ കഴിഞ്ഞാൽ നമ്മൾ 100 എപ്പിസോഡ് നമ്മുടെ വെബിനാറുകൾ ആഘോഷിക്കുകയാണ്. നിങ്ങളെ എല്ലാവരുടെയും സഹകരണമാണ് ഇതിന്റെ ഈ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു ടീം സ്പിരിറ്റിന്റെ ഗുണമാണ് നമുക്ക് KCTU എറണാകുളത്തിന്റെ പ്രസ്റ്റീജ് പ്രോഗ്രാമായ ഉറവ് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ആദ്യമായിട്ട് ഇന്നത്തെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ സലീന മാഡം വടക്കുംചിരിയോടുകൂടി ഇരിക്കുന്നത്. എല്ലാവരുടെ അനുവാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി സലീന മാഡത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് ഇന്ന് ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ സന്തോഷപൂർവ്വം ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ സാറാണ്. സാറ് ജീവിത വിജയത്തെ കുറിച്ച് ഉള്ള ക്ലാസ് എടുക്കാനാണ്. സാറിന് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വാഗതം ആശംസിക്കുന്നത്. സാറിന്റെ വിഷയം ദ 7 പവർ മൂവ്സ് ടു സക്സസ് എന്ന വിഷയത്തെ കുറിച്ചാണ് സാർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. സാറിന് എല്ലാവരുടെയും പേരില് KCTUവിന്റെ പേരില് നിറഞ്ഞ സന്തോഷത്തോടു കൂടി സാറിന് സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സാർ. അടുത്തതായിട്ട് ഇന്ന് നമ്മുടെ പ്രദീപ് കുമാർ സാറിനെ എല്ലാവർക്കും അറിയാമെങ്കിലും സാറിന്റെ പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് നമുക്കിവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ PV ജോസഫ് സാറാണ്. സാറിന് ഈ തരുണത്തില് ഒരു സ്വാഗതമാണ് ആശംസിക്കുന്നതെങ്കിലും നിറഞ്ഞ മനസ്സോടുകൂടി ഒരു നന്ദിയും കൂടി പറയുകയാണ്. സാറിന്റെ വിലമതിക്കുന്ന വളരെ രത്നങ്ങളായിട്ടുള്ള സാറിന്റെ എക്സ്പീരിയൻസ് നമുക്ക് തന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് 97ാമത്തെ ഈ ഉറവ് പ്രോഗ്രാമിലായിരിക്കുന്നത്. സാറ് ഓരോ മണിക്കൂറിലും നമുക്ക് വേണ്ടി ഓർമ്മിപ്പിക്കുകയും നമ്മളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്ന ഡോക്ടർ PV ജോസഫ് സാറിന് എല്ലാവരുടെ അനുവാദത്തോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് നന്ദി പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പോൾ പടയാട്ടി സാറാണ്. സാറ് ഒരു കാര്യം ഏറ്റാൽ അത് 20 വയസ്സിന്റെ ചെറുപ്പത്തോടുകൂടി വളരെ സന്തോഷത്തോടും കൃത്യതയോടും കൂടി സാർ ചെയ്യുന്നതാണ്. അപ്പോൾ സാറിന് ഒരു പൂച്ചെണ്ട് നൽകിക്കൊണ്ട് സാറിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മുടെ ഉറവിന്റെ കൂടെ നിൽക്കുകയും എല്ലാവരും നമ്മുടെ ഈ കറക്റ്റായിട്ട് ഈ 7 മണിക്ക് തന്നെ എത്തുകയും ചെയ്യുന്ന നമ്മുടെ ഈ കൂട്ടായ്മ അതിന് വളരെ നന്ദിയോടെ തന്നെ ഓർക്കുകയാണെങ്കിലും എല്ലാവർക്കും ഈ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഞാൻ പറയാൻ വന്ന വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിന് ഇവിടെ എത്തിയിരിക്കുന്നവരുടെ സമയവും വിലമതിക്കാനാവാത്ത സാന്നിധ്യവും ഒരു കൂപ്പുകയോടുകൂടി തന്നെ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ കോർഡിനേറ്റർ ജാസ്മിൻ ജമാല്, നമുക്ക് ഇന്ന് MC ആയിട്ടിരിക്കുന്ന ജയശ്രീ മാഡം, എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഓവർ ടു ജയശ്രീ മാം. Thank you, Said sir. Now let me welcome our energetic Salina ma'am, the president of KCTU, for entering our welcome speech. Thank you, Jayashree ma'am. Good evening, one and all. ഒരു നല്ല സ്നേഹം നിറഞ്ഞ സായാഹ്നം നേരുന്നു. ഇവിടെ ഇന്ന് നമ്മുടെ ഉറവ് ഇപ്പോ സൈജു നേരത്തെ പറഞ്ഞ പോലെ 100ാമത്തെ എപ്പിസോഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ 100 എപ്പിസോഡില് അതിലെ 83 എപ്പിസോഡും നടത്തിക്കൊണ്ടുപോയത് ശ്രീ ഡോക്ടർ PV ജോസഫ് സാറാണ്. സാറിനെ ഞാൻ വളരെ നന്ദിയോടുകൂടി തന്നെയാണ് ഇത് ഓർക്കുന്നത്, വളരെ അഭിമാനത്തോടു കൂടിയും. കാരണം ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന്റെ പുറകിൽ നിൽക്കണമെങ്കിൽ അതൊരു വല്ലാത്തൊരു മനസ്സ് തന്നെയാണ്. ആ ഒരു ഇൻസ്പിറേഷൻ കാരണം അതിന്റെ പുറകെ ഞാൻ കൂടിയിരിക്കുകയാണെന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ജോസഫ് സാറും അതിനകത്ത് പോൾ സാറിന്റെയും കൈയുണ്ട്. എങ്കിലും ജോസഫ് സാർ ഈ അരമണിക്കൂർ മുമ്പ് PC-യിൽ ബുധനാഴ്ച രാവിലെ ഇടുന്നതും ഒക്കെ അത് ആരും പറയാതെ തന്നെ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പ്രസിഡന്റ് ആണെങ്കിലും
മുൻ പ്രസിഡന്റ് തന്നെയാണ് ഇപ്പോഴും അതെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്നും കൂടി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രദീപ് സാറ് നമ്മൾ വിജയിച്ചില്ലെങ്കിൽ സാറിന്റെ ഒരു 7 പവർ ഉള്ള സൊല്യൂഷൻസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. അറിവ് നമ്മൾ കൗൺസിലർമാരായാലും ട്രെയിനർമാരായാലും അധ്യാപകരായാലും അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ജീവിത വിജയത്തിന് അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ തന്നെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദിയോടെ നിർത്തുകയാണ്. താങ്ക് യു. Thank you, Selina ma'am. Now I invite our winner of our webinar, Joseph sir, for introducing the resource person. Over to you, sir. Yeah. Am I audible? Yes. Yes. Yes, sir. Yes, sir. Yes. Evening to all of you. ഇന്നത്തെ താരത്തെ പരിചയപ്പെടുത്താൻ അധികം സന്തോഷമുണ്ട്. അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ സാർ. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ചോദിച്ചു എന്തൊക്കെ പറഞ്ഞു, ഒന്നും പറയണ്ട, 2-3 പോയിന്റ് തന്നിട്ടുണ്ട്, അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് എൻ്റെ അടുത്ത് പറയണ്ടേ കുറച്ച് മുമ്പ്. അദ്ദേഹം ഒരു സർട്ടിഫൈഡ് ട്രെയിനറാണ്. NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സർട്ടിഫൈഡ് ട്രെയിനറാണ്. പോസിറ്റീവ് കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു ഓൾ കേരള പ്രസ്ഥാനത്തിന്റെ വലിയൊരു പ്രസ്ഥാനമാണ്. അതിന്റെ സ്റ്റേറ്റ് ട്രെയിനിങ് ഫാക്കൽറ്റി. ആ സ്ഥാനത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് യോഗ്യനായിരിക്കണമല്ലോ, അല്ലാത്തവരൊന്നും പോസിറ്റീവ് കമ്മ്യൂൺ അങ്ങനെ സെലക്ട് ചെയ്യില്ല. അപ്പോൾ അദ്ദേഹം നല്ലൊരു ട്രെയിനർ തന്നെയാണ്. മാത്രമല്ല നല്ല ഒരു മാനേജ്മെന്റ് വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം. ജനറലൈറ്റ് കോളേജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഉണ്ട്. അങ്കമാലിയിലും കാലടിയിലും പെരുമ്പാവൂരും ഒക്കെ ആയിട്ട് വ്യാപിച്ചിരിക്കുന്ന ഒരു വലിയൊരു കോളേജ് ശൃംഖലയുടെ അധിപനാണ് അദ്ദേഹം. ചെയർമാനാണ്. വളരെ തിരക്കുള്ള താരമാണ്. അദ്ദേഹം പറയുന്നത് പ്രവൃത്തിയിൽ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ലോ ഓഫ് അട്രാക്ഷൻ ആയാലും മണി മാനേജ്മെന്റ്, ഞാൻ ഇതിൽ ക്ലാസ് കേട്ടിട്ടുള്ള മണി മാനേജ്മെന്റിന്റെ ക്ലാസ് കേട്ടിട്ടുള്ള, അതൊക്കെ എടുക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പറ്റില്ല. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പറ്റി ക്ലാസ് എടുക്കും, പക്ഷെ അവർക്ക് ചിലപ്പോൾ അത് ഇഫക്റ്റീവായിട്ട് അതിന്റെ ഫലം ലഭിക്കാൻ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവണമെന്നില്ല. ഇവിടെ അങ്ങനെയല്ല. സാറ് പറയുന്നതൊക്കെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന വ്യക്തിയാണ്. ഇന്നത്തെ ക്ലാസ് തന്നെ അറിയാമല്ലോ, പവർ മൂവ്സ് ടു സക്സസ് എന്ന് പറയുമ്പോൾ അറിയാം. പവർ മൂവ്സ് ജയിക്കാൻ വേണ്ടതായിട്ടുള്ള, എല്ലാവർക്കും വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാവരും വിജയിക്കാറില്ല എന്നുള്ള സത്യം. കുറച്ചുപേർ വിജയിക്കാറുള്ളൂ. അപ്പൊ എവിടെയാണ് നമുക്ക് പിഴ പറ്റുന്നത്, എങ്ങനെ പോയാലും വിജയിക്കാൻ കഴിയുക എന്ന് പറയാൻ എന്തുകൊണ്ടും 100% യോഗ്യനാണ് അദ്ദേഹം. കാരണം അദ്ദേഹം എല്ലാ ട്രെയിനർ എന്ന നിലക്കായാലും ഒരു മാനേജ്മെന്റ് വിദഗ്ധൻ എന്ന നിലക്കായാലും മണി മാനേജ്മെന്റ് വിദഗ്ധൻ ഏത് രംഗത്തായാലും അത് വിജയിച്ച വ്യക്തി എന്ന നിലയ്ക്ക് ഇന്നത്തെ ക്ലാസ് എന്തായാലും 100% ഇഫക്റ്റീവ് ആയിരിക്കും, ഇംപ്രസീവ് ആയിരിക്കും. ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് പോലെ തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് മാറ്റിയെടുക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത്രയും വളരെ അഭിമാനത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ട്രെയിനർ അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ സാറെ പരിചയപ്പെടുത്താം. ഓക്കെ. Thank you, Joseph sir. Now we all are eagerly waiting for our Pradeep Kumar sir's words. We all are ready to take 7 moves. So let us wait for it. Over to you, sir. Pradeep Kumar sir. Thank you, Jayashree madam. Thank you, Joseph sir, Paul sir, Selina madam, Saiju sir, and Advocate Vincent Joseph sir. എല്ലാവർക്കും ഉറവിന്റെ പ്രിയപ്പെട്ട എല്ലാ ഭാരവാഹികൾക്കും നന്ദി. ആൻഡ് താങ്ക് യു ജോസഫ് സാർ ഫോർ ഷവറിങ് എ ലോട്ട് ഓഫ് വേർഡ്സ്. അമിത പ്രതീക്ഷയുടെ ചിറകാണ് എനിക്ക് തന്നേക്കുന്നത്. ഓക്കെ, എനിവേ, സന്തോഷകരമായ വാക്കുകൾ കേൾക്കുന്നത് അർദ്ധസത്യങ്ങളാണെങ്കിൽ തന്നെ കേൾക്കുന്നവർക്ക് സുഖമാണ്. അത് നമുക്കും നൽകുന്ന മോട്ടിവേഷനും കൂടുതലാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആളുകൾ പറയുന്നത് ചെല്ലുകയും അത് നമുക്കൊരു കൂടുതൽ എനർജി നൽകുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എല്ലാം ഹൃദയത്തിലേക്ക് തന്നെ എടുക്കും. സർ, എത്ര മണിക്കാണ് നിർത്തേണ്ടത്? ഇപ്പൊ 7:15 ആയിട്ട്. Is it at 8 o'clock? 8 ഓക്കെയാണ്. 8 വരെ പോകാം മാക്സിമം. ഓക്കെ, നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഭൂരിപക്ഷം പേരും കൗൺസിലേഴ്സ് ആണ്.
ടീച്ചേഴ്സാണ്, ധാരാളം ക്ലാസ്സുകൾ എടുത്ത ആളുകളാണ്. ഞാൻ സാധാരണ എടുത്ത ഒരു ക്ലാസ് വേറെ ഇത് എടുക്കാറില്ല, പക്ഷെ ഇത് ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ 2-3 പേരെങ്കിലും ആ ക്ലാസ് കേട്ടിട്ടുണ്ടാകും. പക്ഷെ അത് വീണ്ടും എടുക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ചത്, ഞാൻ പലവട്ടം ആലോചിച്ചു, ഇതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനൊരു 32ാമത്തെ വയസ്സിൽ അതുവരെ ഉണ്ടാക്കിയ പലതും എന്ന് പറഞ്ഞാൽ സീറോയിലേക്ക് വീണു. പിന്നെ അവിടെ നിന്നും ഒന്ന് കരകയറിയപ്പോൾ അതിൽ ചിലപ്പോഴൊക്കെ ഈ പറയുന്ന ചില കാര്യങ്ങൾ അന്ന് അറിയാതെ ചെയ്തിരുന്നു എന്ന് പിന്നീട് നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലായി. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ വീണ്ടും എനിക്കൊരു വീഴ്ച സംഭവിച്ചു. ഒരു പതനം എന്ന് തന്നെ പറയാം. 100ൽ നിന്നും ഒരു മനുഷ്യൻ വീണാൽ എങ്ങനെയുണ്ട്, അതുപോലെ ഒരു അവസ്ഥ. പക്ഷെ അവിടെ നിന്നും എനിക്ക് പിടിച്ചു കയറാൻ എന്നെ സഹായിച്ച കുറെ ശീലങ്ങൾ, 100% എന്ന് ഞാൻ പറയുന്നില്ല, പഠിച്ചതോ പഠിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ സാറ് പറയുകയുണ്ടായി, കൗൺസിലേഴ്സ് ആയാലും ട്രെയിനേഴ്സ് ആയാലും നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ട്രാൻസ് സിനിമയില് ഫാസിലിനോട് ഒരാൾ ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുത്തു. സക്സസിനെ കുറിച്ചാണ് അദ്ദേഹം ക്ലാസ് എടുത്തത്. ആൻഡ് എ ക്വസ്റ്റ്യൻ, a simple question. You are taking a lot of classes on success. May I ask you one question? Are you successful? Are you successful? അപ്പൊ ഫഹദ് ഫാസിലിന്റെ ഭാവസുന്ദരമായ ആ ഭാവാഭിനയത്തിന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളുണ്ട്, ഒരു ചിരിയുണ്ട്. കാരണം അദ്ദേഹത്തിന് ബസ് കൂലിക്ക് പോലും പൈസയില്ല. അത്രയില്ലെങ്കിലും നമ്മളിൽ പലരുമൊക്കെ വലിയ വലിയ കഴിവുകൾ ഉണ്ടായിട്ടും വലിയ വലിയ ക്ലാസ്സുകൾ എടുത്തിട്ടും ക്ലാസ്സുകൾ കേട്ടിട്ടും എന്തുകൊണ്ട് നമ്മളിൽ പലരും സക്സസ്ഫുൾ ആകുന്നില്ല? എല്ലാം അറിയാം, പഠിപ്പിക്കാൻ അറിയാം, അവരുടെ ക്ലാസ്സുകൾ കേട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്. ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ടു us? അപ്പൊ ഇത് എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് തന്നെ ഇത് എത്ര പറഞ്ഞാലും ഒരുപക്ഷെ മടുക്കാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇവിടെ തന്നെ 97ാമത് എപ്പിസോഡാണ്. ഒരു എല്ലാ ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ ഒരു അഭിനന്ദനങ്ങൾ കൂടി രേഖപ്പെടുത്തുക. കാരണം ഒരു പ്രസ്ഥാനം കൊണ്ടുവരിക, അത് ഇത്രയും എപ്പിസോഡുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, വലിയ ഒരു സ്വപ്നത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. ഈ 97 ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആളുകളാണോ 97 ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ളത്? നിങ്ങൾക്ക് ഒരു പക്ഷെ സ്വയം അറിയുന്നുണ്ടാകാം മാറ്റം, പക്ഷേ ചില ആളുകൾക്ക് ആ മാറ്റം അറിയുന്നുണ്ടാവില്ല. നിങ്ങളോട് ഒരു പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് എന്താ ഒരു മാറ്റം? പണ്ടത്തെ നിങ്ങളല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. പണ്ടത്തെ ലിജിന മാഡം അല്ല, പണ്ടത്തെ സോനയല്ല, പണ്ടത്തെ ജമീല മാഡം അല്ല, പണ്ടത്തെ വേണുഗോപാൽ സാർ അല്ല, ഇപ്പോഴത്തെ. എന്തൊരു മാറ്റമുണ്ടല്ലോ. ബിക്കോസ് നിങ്ങൾ അത്രയും ക്ലാസ്സുകൾ കേട്ടു. നിങ്ങളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിലും ആ ക്ലാസ്സുകൾ കേട്ടിരിക്കുമ്പോൾ കുറെ മാറ്റങ്ങളുണ്ടാകും. അതേസമയം ഇതേ ക്ലാസ്സിൽ അവരുടെ ഒപ്പം ഇരുന്ന കുറെ ആളുകളുണ്ട്, അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ അവർ കേൾക്കുന്നില്ല. അപ്പോൾ സാറേ, അവർ കേൾക്കുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലെ? കുറെ ആളുകൾക്ക് ഒരു പക്ഷെ വീഡിയോ ഓൺ ചെയ്യാൻ കഴിയില്ല, കാരണം മറ്റു തിരക്കുകളുണ്ടാകും. പക്ഷെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാകും, കേൾക്കുന്നുണ്ടാകും, ആത്മാവിലേക്ക് എടുക്കുന്നുണ്ടാകും. പക്ഷെ അപ്പോഴും കുറെ ആളുകളൊക്കെ മൊബൈൽ നോക്കിയോ മെസ്സേജ് അയച്ചോ മറ്റ് പല കാര്യങ്ങളും വ്യാപൃതരായിട്ട് ടൈം വേസ്റ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് അറിയാതെ, ഞാൻ പറയുന്നത് ഈ ക്ലാസ് മാത്രമല്ല മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലും കാണുന്നത്, അവർ 100 ക്ലാസ്സും 1000 ക്ലാസ്സും ഒക്കെ അറ്റൻഡ് ചെയ്ത ആളുകളുണ്ട്. പക്ഷെ അവര് ഒന്നും നോട്ട് ചെയ്യുന്നുണ്ടാവില്ല, ആത്മാവിലേക്ക് എടുക്കുന്നുണ്ടാവില്ല. കാരണം ഡിസ്ട്രാക്ഷൻസ്. ആ ഡിസ്ട്രാക്ഷൻ കൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും പലതും ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോ നമ്മൾ കേൾക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ 100% എന്ന് ഞാൻ പറയുന്നില്ല, ശ്രമിച്ച
എന്നെ വീഴ്ചകളിൽ നിന്നും കുറച്ചൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിച്ച ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. കാണല്ലോ അല്ലേ? യെസ് സർ, കാണാം. വന്നില്ല ഫുള്ളായിട്ട്. ഓക്കെ, യെസ്. സർ കാണാം. സൗണ്ട് ഉണ്ടായിരുന്നോ സാറ്? സാറേ, ആ സൗണ്ടിന്റെ കൂടി ഒന്ന് ഓൺ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് സാറിന്റെ മ്യൂസിക് ഒന്നും കേട്ടില്ല ഞങ്ങൾ. നോക്കട്ടെ എവിടെയോ ഒരു പ്രശ്നം. സൈഡിലൊരു സൗണ്ട്, ഷെയർ സൗണ്ട് ഒന്നും കൂടി ഉണ്ടാവും. യെസ്, ഇപ്പൊ കേട്ടു. Okay, 7 power moves to success. So, I'm Pradeep Kumar. Introduce ചെയ്തു കഴിഞ്ഞു. യെസ്. അപ്പോ നമ്മുടെ മൊബൈലിലേക്ക് ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരാണ്. ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ നോട്ടിഫിക്കേഷൻ നോക്കി, അല്ലെങ്കിൽ ഒരാൾ ഒരു വീഡിയോ അയച്ചു, ഒരു മെസ്സേജ് അയച്ചു, നമ്മൾ അത് നോക്കി അതിന് മറുപടി കൊടുത്തു. ഉടനെ അടുത്ത മെസ്സേജ് വന്നു. നിങ്ങൾ വേറെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒറ്റ നോട്ടിഫിക്കേഷൻ നോക്കാൻ പോയത് മൂലം നിങ്ങളുടെ ഒരു മണിക്കൂർ സമയം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. എത്ര പേർക്ക് അനുഭവമുണ്ട്? ഒന്ന് കൈപ്പക്കാമോ? അതെല്ലാവരും പെർഫെക്റ്റ് ആണോ? ഇപ്പൊ തന്നെ സംഭവിച്ചതാണ് എനിക്ക്. സാർ പറഞ്ഞു ഇപ്പൊ തന്നെ എനിക്ക് സംഭവിച്ചതാണ്. സംഭവിക്കാറുണ്ട്. ഞാൻ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിട്ടിരിക്കുക സാർ. ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ വീഡിയോ നോക്കി സമയം പോകാറുണ്ടോ? മെസ്സേജ് നോക്കി സമയം പോകാറുണ്ടോ? വല്ലപ്പോഴേ ഉള്ളൂ. അല്ല, നമ്മൾ മനഃപൂർവ്വം കുറച്ച് താട്ടാം. മനഃപൂർവ്വമല്ല, കാരണം നമുക്ക് ഉറവിന്റെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് മെസ്സേജ് കൊടുക്കണമെന്ന് മാഡത്തിന് ആഗ്രഹം ഉണ്ടാകും, അല്ലെ? പലപ്പോഴും നമ്മുടെ കസ്റ്റമർ വിളിച്ചാൽ, നമുക്കറിയുന്ന ആളുകൾ മെസ്സേജ് അയച്ചാൽ ഇൻസ്റ്റന്റ് മെസ്സേജ് അയക്കണം എന്ന് നിർബന്ധമുള്ള ധാരാളം പേരുണ്ട്. എന്റെ ചോദ്യം, എന്തിന് ഇത്ര ഇൻസ്റ്റന്റ്ലി നിങ്ങൾ അവൈലബിൾ ആകണം? ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറെ വർഷങ്ങളുടെ പരിചയമുള്ള ഒരാളെ സംബന്ധിച്ച് ധാരാളം ബന്ധങ്ങൾ ഉണ്ടാകും, ധാരാളം കോണ്ടാക്ട് ഉണ്ടാകും. അതിനൊക്കെ ഇൻസ്റ്റന്റ് നിങ്ങൾ മെസ്സേജ് അയക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റന്റ്ലി അവൈലബിൾ. ഇറ്റ് ഈസ് എ ഡിസ്ട്രാക്ഷൻ ടു യുവർ ലൈഫ്. നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും വിഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് നിങ്ങളുടെ ഈ ഇൻസ്റ്റന്റ് അവൈലബിലിറ്റി മാറുന്നുണ്ടോ പരിശോധിക്കും. ഒരാളൊരു കോള് വിളിച്ചു, ശരിയാണ്, ഇത്ര അർജൻസി എന്താ? ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഫോൺ വന്നാൽ ഓടിച്ചെന്ന് ഫോണൊക്കെ എടുക്കുന്ന ആൾക്കാർ, സൈഡിലുള്ള സാധനങ്ങളൊക്കെ തട്ടി മാറ്റിയിട്ടാണ് ഓടുന്നത്. അവർ അപ്രസക്തമായി കോളായി. നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ചിന്തിക്കാം. ചില കമ്പനികളിൽ അവര് മൊബൈൽ ഫോൺ ലോക്ക് ചെയ്ത് വെക്കാതെ അകത്തേക്ക് പ്രവേശനം കൊടുക്കില്ല. വൈ? കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയെ അത് ബാധിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ ആണ് മൊബൈൽ ഫോൺ, ഇറ്റ്സ് ഹെൽപ്ഫുൾ. പക്ഷേ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ അത് ബാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് ആ ഇൻസ്റ്റന്റ് അവൈലബിലിറ്റി എന്ന സംഭവത്തെ ഒന്ന് മാറ്റിക്കൂടാ? എന്തുകൊണ്ട് മാറ്റിക്കൂടാ? മേക്ക് യുവർ സെൽഫ് നോട്ട് ഇൻസ്റ്റന്റ്ലി അവൈലബിൾ. നമ്മളെ എല്ലാ സ്ഥലത്തും എല്ലാ മെസ്സേജിനുമൊക്കെ ഇൻസ്റ്റന്റ്ലി അവൈലബിൾ നിങ്ങൾ ആക്കുന്നുണ്ടോ? ഉറപ്പിച്ചോ, നിങ്ങളുടെ വിജയത്തിന് അതൊരു തടസ്സമാണ്.
സ്വയം പരിശോധിച്ച് നോക്കൂ. എല്ലാവരുടെ കാര്യത്തിലല്ല ഞാൻ പറയുന്നു. എനിക്കുണ്ടായിരുന്ന പ്രശ്നം. പക്ഷെ കുറെ കാര്യങ്ങളിൽ ഞാൻ അത് മാറ്റിയിട്ടുണ്ട്. അർജന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ആ മെസ്സേജ് അയച്ചില്ലെങ്കിൽ, എടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം. പക്ഷെ ഞാനിത് ചെയ്തു. അതിന് ഞാൻ ഡെലിഗേറ്റ് ചെയ്തു. എൻ്റെ സ്റ്റാഫുകൾ, എൻ്റെ ബ്രാഞ്ചിലുള്ള പ്രിൻസിപ്പൽമാർ, അവരാണ് ഇപ്പൊ എൻ്റെ മറ്റ് പല കാര്യങ്ങളും അന്വേഷിക്കുന്നത്. പലപ്പോഴും ഇവിടെ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നുണ്ട്. പോസിറ്റീവ് കമ്മ്യൂണിറ്റിന്റെ പരിപാടി നടക്കുമ്പോൾ 1, 2, 3 ദിവസം ഞാൻ അവിടെ പോയിരിക്കും. എൻ്റെ ഫോൺ ഞാൻ എടുക്കാറില്ല. ഇത്രയും കോഴ്സ് വന്നാലും അതിനൊക്കെ ഞാൻ പിന്നീട് റിപ്ലൈ കൊടുക്കും. ഇതിന് പറയുന്ന പേരാണ് ക്ലോസ് ദ ഡോർ പോളിസി. ക്ലോസ് ദ ഡോർ പോളിസി. മൊബൈൽ ഫോൺ അടച്ചു വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് അകത്ത് കയറിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ഇപ്പോൾ ക്ലോസ് ദ ഡോർ പോളിസിയാണ്. ഈ 1 മണിക്കൂർ സമയത്തേക്ക് ഒരു പക്ഷെ നിങ്ങളിൽ പലരും മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ടാവില്ല. ഓൺലൈൻ ക്ലാസ്സുകൾ വരുമ്പോഴോ നിങ്ങളിൽ പലരും എടുക്കുന്നുണ്ടാവില്ല, ചിലർ എടുക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ക്ലോസ് ദ ഡോർ പോളിസിയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അതങ്ങ് ശീലിച്ചു പോയ ശീലങ്ങളാണ്. ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന ആളാണ്, ഏത് മെസ്സേജിനും ഇൻസ്റ്റന്റ് കൊടുക്കുന്ന ആളാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കുക, അത് അഭിമാനമല്ല, നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സം നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ്. സോ പ്രാക്ടീസ് ക്ലോസ് ദ ഡോർ പോളിസി. ചില ആളുകളുണ്ട്, അവര് ഫിസിക്കലി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അടുക്കളയിലെ ശബ്ദമോ കുട്ടികളുടെ ശബ്ദമോ കേൾക്കാതിരിക്കുവാൻ വേണ്ടി വാതിലുകൾ ഫിസിക്കലി ലോക്ക് ചെയ്ത് ക്ലാസ് കേൾക്കുന്ന ചില ആളുകളെങ്കിലും എനിക്കറിയാം. എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ക്ലോസ് ദ ഡോർ പോളിസി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. 6 hours എങ്കിലും എന്നാണ് ശാസ്ത്രം പറയുന്നത്. 6 hours. മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, സർ നമുക്ക് ഒരു ദിവസം എത്ര ഉണ്ട്? 24 hours. മാഡം, നമ്മൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടാവാം. 8 മണിക്കൂർ നമ്മൾ വിശ്രമിച്ചിട്ടുണ്ടാവും, ഉറക്കത്തിനൊക്കെ പോയിട്ട്, ഉറക്കവും മറ്റു കാര്യങ്ങളൊക്കെ. എന്റെ ക്വസ്റ്റ്യൻ, ബാക്കി 8 മണിക്കൂർ എവിടെ പോയി? 8 മണിക്കൂർ ജോലി ചെയ്തു, 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങാനും പ്രാഥമിക കാര്യങ്ങൾക്കും വേണ്ടി 8 മണിക്കൂർ മാറ്റിവെച്ചു. ബാക്കി 8 മണിക്കൂർ എവിടെ പോയി? ആർക്ക് പറയാം? ബാക്കി നിങ്ങളുടെ 8 മണിക്കൂർ എവിടെയാണ്? Have you ever thought of that? ആർക്ക് പറയാം? ടിവി, മൊബൈൽ ഇങ്ങനെയൊക്കെ പോകും കുറെ സമയം. പിന്നെ അപ്പോഴും പോട്ടെ, 2 മണിക്കൂർ നോക്കിയിട്ടുണ്ടാവാം, ബാക്കി 6 മണിക്കൂർ അവിടെ പോയി. ആ 8 മണിക്കൂർ നമുക്ക് ഉപയോഗിച്ചുകൂടെ? പലരും പറയും സമയമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമാണ്, എവിടെ പോയി എന്റെ ഈ 8 മണിക്കൂർ? ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ 6 hours ഒരു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എന്തോ ആവട്ടെ 6 മണിക്കൂറെങ്കിൽ ചുരുങ്ങിയത് ഈ 8 മണിക്കൂറിൽ 6 മണിക്കൂറെങ്കിൽ, അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്ത് മറ്റ് സമയവും എടുക്കാം. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഈ സമയം നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങൾ ക്ലോസ്. അങ്ങനെ ചെയ്യാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ശ്രമിക്കുക. ഗോളൊക്കെ സെറ്റ് ചെയ്യും, വലിയ സ്വപ്നങ്ങൾ കാണും, വലിയ സ്വപ്നങ്ങളെ കുറിച്ച് പ്രസംഗിക്കും, ഭാര്യയോട് പറയും, ഭാര്യ ഭർത്താവിനോട് പറയും, മക്കൾ പറയും. ബട്ട് ഒരു കട്ടുകെട്ടൊക്കെ ചെലിക്കും. കിരീടം സിനിമയില് ജഗതി കുറെ കാര്യങ്ങൾ പറയും, നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ ജഗതിയോട് ചോദിക്കുകയാണ്, ആ പണ്ടത്തെ SSLC തോറ്റത് എഴുതിയെടുത്തോ? അപ്പൊ ജഗതി പറയാ, അത്രയേ ഉള്ളൂ. നമ്മൾ വാചകങ്ങൾ കുറെ അടിക്കും, ഒരടി മുന്നോട്ട് വെച്ചോ ഉത്തരം പലപ്പോഴും നെഗറ്റീവാണ്. പക്ഷേ 6 hours എങ്കിലും 24 മണിക്കൂറിൽ 6 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഗോളിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ, ഇതുവരെ പോട്ടെ, ഇത് നാളെയല്ല, ഇന്ന് മുതലെങ്കിലും മാറ്റിവെച്ചാൽ
it is going to make wonders. My dear friends, നിങ്ങൾ പലരും കേട്ടിട്ടുള്ള കഥകൾ തന്നെയാണ്. കഥകൾ, ക്ലാസുകൾ കേട്ട് കേട്ട് പോകാം. But do we implement that? അറിവുകൾ, knowledge is power, പലരും പറയും. Knowledge is not power. ആണോ മാഡം? കേട്ടിട്ടുണ്ടോ സർ? Applied knowledge is power, sir. Only if you make it effective, it is power. If you are not applying it, no use. നിങ്ങൾ അറിവിന്റെ ഭണ്ഡാരമാണ്, ബട്ട് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ആ നോളജ് ഇസ് സീറോ. നമ്മളിൽ പലർക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അതായിരിക്കാം. എല്ലാവരും ഞാൻ പറയുന്നത്, ഇതിനകത്ത് കുറെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്, എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ്. സ്വന്തം ആത്മാവിലേക്ക് ഒന്ന് എത്തി നോക്കും. അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, അപ്ലൈ ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ആ മാറ്റങ്ങൾ എന്താണെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യും. അതിനെ നിങ്ങൾ നോക്കൂ. ഒരു മിനിറ്റ് പോലും നമുക്ക് വെറുതെ കളയാൻ തോന്നില്ല. പലപ്പോഴും ഗോളിന്റെ അടുത്ത് വരെ ചെന്ന് നിൽക്കുന്ന മനുഷ്യന്മാർ അവരുടെ കയ്യിൽ നിന്ന് അത് വഴുതിപ്പോകും. ബിക്കോസ് they are not planning it. They are not seeing it. അപ്പോ നമ്മുടെ ഫസ്റ്റ് പവർ മൂവ്, സക്സസിലേക്കുള്ള ഫസ്റ്റ് പവർ മൂവ്, ഇമോഷണൽ വെൽ ബീയിങ്. 30 minutes. ഞാൻ ഈ സമയം വെച്ചിരിക്കുന്നത് കൃത്യമല്ല കേട്ടോ. ഡിപ്പെൻസ് ഓൺ യു. നമുക്ക് തീരുമാനിക്കാം. നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് സമയത്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. ബട്ട് പ്ലാൻ ചെയ്യണം. എന്തായിരിക്കും ഈ ഇമോഷണൽ വെൽബീയിങ്? മുന്നേ ക്ലാസ്സിലിരുന്ന ആളുകൾ പറയുന്നതിനേക്കാൾ പുതിയ ആളുകൾ പറഞ്ഞാൽ സന്തോഷം. ഇമോഷണലി നമ്മൾ ഹാപ്പി ആയിരിക്കുക. അങ്ങനെ ഒരു എല്ലാ ഇമോഷൻസിനും ഒന്ന് റെഗുലേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാവുക. ദേഷ്യത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഹൗ ടു കൺട്രോൾ ആങ്കർ, അതാണ് വിഷയം. ട്രെയിനർ വന്നു, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ക്ലാസ് മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് ആരോ ക്ലാസ് ഡിസ്റ്റർബഡായി, സൗണ്ട് കേൾക്കുന്നു. പുള്ളി പറയുന്നു ഓഫ് ചെയ്യാൻ പറയുന്നു, ഓഫ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും കേൾക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യമായപ്പോൾ പുള്ളി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ സെൻസ് ഇല്ലേ? ഇതൊരു ക്ലാസ് അല്ലേ? ഓഡിയോ ഓഫ് ചെയ്തൂടെ? കാണാം അല്ലേ? മദ്യനിരോധനത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകുമ്പോ എന്റെ വീടിന്റെ അടുത്തൊരു ബാർ തുടങ്ങി. അപ്പൊ അവിടുത്തെ ഒരാളെന്നോട് പറയാണ്, ബാർ അടച്ചിട്ടിരുന്നു സമരക്ക്. അപ്പൊ അവിടുത്തെ ഒരാളെ എനിക്കറിയാം. ഞാൻ ചോദിച്ചു ബാർ അടച്ചിരിക്കുകയാണ്. പുള്ളി പറഞ്ഞു സാറേ അടച്ചിട്ടുണ്ട്, പക്ഷെ അടുത്ത ആഴ്ച തുറക്കും. അതെന്താ? ഈ അടച്ച എല്ലാവരും ഞങ്ങളുടെ ബാറിന്റെ പുറകിൽ വന്ന് രണ്ടടിച്ചിട്ടാണ് സമരത്തിന് പോയി മുദ്രാവാക്യം വിളിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ്. ആ ഒരു രീതിയല്ല ഇത്. അപ്പൊ ഇമോഷണൽ ആയിട്ടുള്ള പവർ ഇല്ലാത്ത ആളുകൾ അവര് 1000, 1500, 2000 ക്ലാസ്സുകൾ കേട്ടാലും അവർ പൊട്ടിത്തെറിക്കും. ബിക്കോസ് ദേ ആർ നോട്ട് ഇമോഷണലി ബാലൻസ്ഡ്. ദേ ആർ നോട്ട് ഇമോഷണലി സ്ട്രോങ്. ഇമോഷണലി സ്ട്രോങ് ആകണമെങ്കിൽ ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് സക്സസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നു. നിങ്ങൾ ഇമോഷണൽ വീക്ക് ആയതുകൊണ്ട്, നമ്മൾ ഇമോഷണൽ വീക്ക് ആയതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല, മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. വി ഫെയിൽ. ഒരു പക്ഷെ ഗോളിന്റെ തൊട്ടടുത്തെത്തി. അപ്പോഴാണ് ചെറിയ ഇഷ്യൂ, നെഗ്ലക്ട് ചെയ്യാവുന്ന ഇഷ്യൂ ആയിരിക്കാം. പക്ഷെ അത് നമുക്ക് പിടിക്കും, താക്കെടുക്കുന്നു, അതുവരെ അധ്വാനിക്കുമ്പോഴും. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? വിഷ്വലൈസേഷൻ. എല്ലാവരും ധാരാളം ക്ലാസ് കേട്ടിട്ടുണ്ട്. വിഷ്വലൈസേഷൻ എന്താണ്? വിഷ്വലൈസേഷൻ എല്ലാവർക്കും അറിയാം. നമ്മൾ എന്താകാനാണോ ആഗ്രഹിക്കുന്നത്, ആർക്ക് പറയാം? നിങ്ങൾ ആരെങ്കിലും ഒരാൾ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു ഇമ്മീഡിയറ്റ് ഗോൾ? ആർക്ക് പറയാൻ പറ്റും? എനിവൺ? ഞാൻ തന്നെയാണോ പറയുന്നത്? പറയാൻ ഞാനൊരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഐ വോണ്ട് ടു പബ്ലിഷ് ദാറ്റ് സൂൺ. ഓ വണ്ടർഫുൾ. ഓതറാകാന്ന് പറഞ്ഞാൽ അതൊരു പൊസിഷനിങ് ആണ് സമൂഹത്തില്.
പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധമാണ് പുസ്തകം പബ്ലിഷ് ചെയ്യുക. പാരന്റിങ്ങിനെ ഞാൻ വിഷ്വലൈസിന്റെ അവാർഡ് കിട്ടുമെന്നുള്ളതാണ് പുസ്തകത്തിന്. അക്കാദമി, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമെന്നുള്ള വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ വണ്ടർഫുൾ ശോഭന മേഡം, വണ്ടർഫുൾ. അപ്പോ ശോഭന മേഡം ചെയ്തു. അപ്പൊ സലീന മേഡം എങ്ങനെ ചെയ്യാത്? ഞാൻ വിഷ്വലൈസ് ചെയ്യണത് എനിക്ക് പബ്ലിഷ് ചെയ്യണത് തന്നെയാണ്. പബ്ലിഷ് ചെയ്യണതും ഒരുപാട് ഒന്ന് ആ ചിത്രം ഞാൻ ആമസോണിലൂടെ പബ്ലിഷ് ചെയ്യാനാണ് തൽക്കാലം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. അതൊരു നമ്മുടെ മലയാളികള് ഒരു ഇതാണ്, പാരന്റിങ് ബുക്കാണ്. അപ്പം നമ്മുടെ മലയാളികളെ എയിം ചെയ്ത് ഒരുപാട് ബുക്കുകൾ ഇങ്ങനെ പോകുന്നതാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്. ഒരുപാട് പേര് അത് വാങ്ങിക്കുന്നത്, വാങ്ങിച്ച് അതിനകത്തുനിന്ന് ഉള്ള ഒരു അതാണ് ശരിക്കും ഞാൻ കാണുന്നത്. എനിക്ക് അൾട്ടിമേറ്റ് ലക്ഷ്യം ഒരുപാട് പേരൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളത് തന്നെയാ. അപ്പൊ അതാണ് എന്റെ വിഷ്വലൈസേഷൻ. എന്ത് ചെയ്യാം? പുസ്തകം എഴുതി തീരുന്നത്, വെറുതെ ഇരുന്ന് പുസ്തകം എഴുതി തീരുന്നത്, പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്, പ്രിന്റിങ് തടസ്സമില്ലാതെ പോകുന്നത്, അത് പബ്ലിഷ് ചെയ്യുന്ന ചിത്രം ആമസോണിൽ വരുന്നത്, ധാരാളം ആളുകൾ വാങ്ങിച്ചു കൊണ്ട് പോകുന്നതും, അവർ മേഡത്തിന് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നതും, ആ അഭിപ്രായം കേട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സന്തോഷത്തെ ഫീൽ ചെയ്യണം മേഡം. പബ്ലിഷ് ചെയ്യുന്ന കാണുന്നത് മാത്രം അവിടെ അവസാനിക്കുന്നില്ല. അപ്പൊ വിഷ്വലൈസേഷനിൽ പറയുന്നത് ഫേക്ക് ഇറ്റ്, ഫീൽ ഇറ്റ്, മേക്ക് ഇറ്റ്. എന്തോ ആദ്യം ഫേക്ക് ഇറ്റ്, കാരണം അത് വന്നിട്ടില്ല, അതിന് ഫേക്ക് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഫീൽ ദാറ്റ്, അത് മനസ്സിലാക്കി ഫീൽ ചെയ്യണം. ആ പുസ്തകമോ നിങ്ങളുടെ സ്വപ്നം എന്തോ അത് പബ്ലിഷ് അല്ലെങ്കിൽ നടന്നാൽ ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണ്, അത് ഹൃദയത്തിലേക്കും ശരീരത്തിലേക്കും എടുത്ത് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ അത് മേക്ക് ആവും. ഫേക്ക് ഇറ്റ്, ഫീൽ ഇറ്റ്, മേക്ക് ഇറ്റ്. അപ്പൊ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് വിഷ്വലൈസേഷൻ ചെയ്താൽ പോരാ, ഈ 3 പ്രക്രിയകൾ കൂടി അതിന്റെ കൂട്ടത്തിൽ വരുമ്പോഴാണ് അതൊരു ആക്ച്വൽ വിഷ്വലൈസേഷൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എമോഷൻ, ഇടയ്ക്ക് എന്ത് എമോഷൻ വന്നാലും നമ്മുടെ മനസ്സിൽ ആ പുസ്തകത്തിന്റെ ചിന്തയുണ്ട്. ആ പുസ്തകത്തിനെ ബാധിക്കുന്നതോ വീട്ടിലെ പ്രശ്നങ്ങളോ എന്ത് വന്നാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഉള്ള ആ ചിത്രം സ്ട്രോങ് ആണെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല, നമ്മൾ മുന്നോട്ട് പോകും. നെക്സ്റ്റ് എന്തായിരിക്കും? ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള ആളുകളാണ് ധാരാളം. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? എനിവൺ? നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കാറുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാറുണ്ട് സാറേ. രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കുമ്പോഴും എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങൾക്കൊക്കെ നന്ദി പറയാറുണ്ട് ഞാൻ. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാറുണ്ട്. നല്ല റിസൾട്ടാണ് ശരിക്കും. ഈ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ഒത്തിരി 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 നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുന്ന സംഭവമാണ്. മാത്രമല്ല നമ്മുടെ മനസ്സ് ഒരുപാട് ശാന്തമായിരിക്കും. വേറെ ആരെങ്കിലും പറയാമോ? ഇതുവരെ പറയാത്താരെങ്കിലും ഒന്ന് പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മളെ രാവിലെ നമുക്ക് ജന്മം തന്ന മാതാപിതാക്കൾക്ക് നന്ദി പറയുക, പിന്നെ നമ്മുടെ പ്രകൃതിക്ക് നന്ദി പറയുക, നമ്മുടെ കൂടെ വസിക്കുന്നവർക്ക് നന്ദി പറയുക, നമുക്ക് തരുന്ന വെള്ളത്തിനും വായുവിനും എല്ലാത്തിനും നന്ദി പറയുക. അങ്ങനെ പോവാം. ഗ്രാറ്റിറ്റ്യൂഡ് ഒരുപാടുണ്ട്. ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ് ആൻസർ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഓരോരുത്തർക്കും ഒരു രീതിയാണ്. ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറയാം. ഞാൻ ആദ്യം എണീക്കുമ്പോൾ അമ്മയ്ക്ക്, നേരത്തെ സാറ് പറയുന്ന പോലെ ജന്മം തന്ന മാതാവിനാണ് നന്ദി പറയുന്നത്. പലർക്കും പലതാണ്. ഫോളോ ചെയ്യുന്നത് മാതാ, പിതാ, ഗുരു. സാറ് പറയുന്നത് പോലെ മാതാവിന്, പിതാവിന്, ഗുരുവിന്, 4ാമത് ദൈവത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സ്, 4th യൂണിവേഴ്സ്. പിന്നെ അങ്ങോട്ട് എന്തുമാകാം. നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഉണ്ണുന്ന ഓരോ അരിമണിയുടെ പുറകിലും പ്രവർത്തിച്ച കർഷക തൊഴിലാളികൾ, അത് കൊയ്യാൻ ഉപയോഗിച്ച യന്ത്രങ്ങൾ, ആ യന്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ അതിന്റെ പുറകിൽ പണിയെടുത്ത 100 കണക്കിന് വരുന്ന തൊഴിലാളികൾ, വളമുണ്ടാക്കാൻ പ്രവർത്തിച്ച ഫാക്ടറികൾ, അവിടുത്തെ തൊഴിലാളികൾ, നമ്മൾക്ക് വസ്ത്രം തരുന്ന ഫാക്ടറികൾ, വസ്ത്രശാലകൾ, അവിടെ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന പട്ടാളക്കാർ, നമുക്ക് വേണ്ടി
പല പല കാര്യങ്ങൾ ചെയ്തു തരുന്ന പല രംഗത്തുള്ള ആളുകൾ, നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ ജീവനക്കാർ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, സ്റ്റാഫ് അംഗങ്ങൾ, മക്കൾ തുടങ്ങി എല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് വേണം നമ്മളുടെ ജീവിതം ദിവസങ്ങൾ ആരംഭിക്കുവാൻ. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്. ചില ആളുകൾ അറിഞ്ഞോ, ചില ആളുകൾ അറിയാതെയോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുന്നു. ഒരു കോണി വെച്ച് നമ്മളെ ഒരാൾ കയറ്റി വിട്ടു. അടുത്ത കോണി കിട്ടണമെങ്കിൽ ഈ ആദ്യം കോണി വെച്ച് നമ്മളെ കയറ്റി വിട്ടവരോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ യൂണിവേഴ്സ് വിൽ നെവർ ഗിവ് യു നെക്സ്റ്റ് സ്റ്റെപ്പ്. പല ആളുകളും പറയും അതൊന്നുമില്ല. ആയിക്കോട്ടെ, ചിന്തിച്ചു. ബട്ട് ദിസ് ഇസ് പ്രൂവൺ. അല്ലാതെയുള്ള വിജയങ്ങൾ താൽക്കാലികമാണ്. നിങ്ങൾ വിജയിച്ച പലതും നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദിസ് ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് വന്ന നഷ്ടങ്ങളെ കുറിച്ച് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ അമ്മയോട് പിണങ്ങിയത്. ചില കാര്യം അമ്മയെ കാണാൻ പോകാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ എൻ്റെ അമ്മയോട് ഞാൻ പിണങ്ങിയതും യഥാർത്ഥത്തിൽ അമ്മയോട് ചെയ്യേണ്ട കടമകൾ ചെയ്യാതിരുന്നപ്പോഴാണ് എനിക്ക് പറ്റിയ വീഴ്ചകളെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചു. ഈ സയൻസ് ഒക്കെ പഠിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, യെസ്, നമ്മളിൽ ആർക്കെങ്കിലും പരാജയം അനുഭവപ്പെടുന്നുണ്ട്. ഫസ്റ്റ് അമ്മയെ കുറിച്ച്. അമ്മയ്ക്ക് ഇപ്പോഴും 1000 രൂപയെങ്കിലും മാസത്തിൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ, അമ്മ പണക്കാരിയായിരിക്കാം, അമ്മയ്ക്ക് അതിന്റെ ആവശ്യമില്ലായിരിക്കാം, ബട്ട് സ്റ്റിൽ ഇഫ് യു ആർ നോട്ട് സപ്പോർട്ടിങ് ഹിയർ, ഇഫ് യു ആർ നോട്ട് കോളിങ് ഹിയർ, അമ്മയെ വിളിക്കുന്നില്ലെങ്കിൽ, അമ്മയെ കാണാൻ പോകുന്നില്ലെങ്കിൽ, ഉറപ്പിച്ചോ, തിരിച്ചറിയും. നിങ്ങൾ എന്ത് നേടിയാലും അതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പുഷ്പം പോലെ, കാറ്റത്ത് പറക്കുന്ന പഞ്ഞി പോലെ നഷ്ടപ്പെട്ടു പോകും. ഗ്രാറ്റിറ്റ്യൂഡ് യു മസ്റ്റ് ഹാവ്. വിജയം ആഗ്രഹിക്കുന്ന ഏതൊരാളും നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് മസ്റ്റ്. പ്രാക്ടീസ് സൈലൻസ്. മെഡിറ്റേഷൻ എന്ന് പറയാം. മെഡിറ്റേഷൻ പല തിയറികളുണ്ട്. ഒന്നും വേണ്ടതേ, വെറുതെ ഇരിക്കാം. ജസ്റ്റ് സിറ്റ് സൈലന്റ്. ഒറ്റ നിമിഷം നമുക്കൊന്ന് സൈലന്റ് ആവാം. Okay, we are going for silent mode. Just for seconds. Try to listen the sounds of the nature. ഒരു സെക്കൻഡാണ്. സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് പ്രകൃതിയുടെ ശബ്ദങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിയും. ചില ആളുകൾ പറയും, ഞാൻ പല സ്ഥലത്തും ശാന്തി അന്വേഷിച്ചു പോയി, പലതും തിരഞ്ഞു, ടൂർ പോയി, വെക്കേഷൻ ട്രിപ്പ് പോയി, പക്ഷെ എന്റെ മനസ്സ് അസ്വസ്ഥമാണ്. ഫിസിക്കൽ അല്ല വേണ്ടത്, ആത്മാവിലേക്ക് നോക്കും. ഒറ്റയ്ക്കിരിക്കുക. ശാന്തി തേടി പോകുമ്പോൾ അതിനേക്കാൾ ഉപരി എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്, ലുക്ക് ഇൻസൈഡ്. സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ പ്രകൃതിയിൽ നിന്നും നിങ്ങൾക്ക് അശരീരി പോലെ അല്ലെങ്കിലും somebody, some force will tell you in your ears. സൈലൻസിനും പ്രകൃതിക്കും ഇടയിലുള്ള നിങ്ങളുടെ ആ അദൃശ്യമായ ചെവികൾക്കിടയിലൂടെ പ്രകൃതി നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാം. പ്രാക്ടീസ് ഇറ്റ് ഫോർ മെനി ഡേയ്സ്. നാളെ മറ്റന്നാൾ സംഭവിക്കാൻ പോകുന്നില്ല. ബട്ട് ഇഫ് യു പ്രാക്ടീസ് കണ്ടിന്യൂസ്ലി വിത്ത് സിൻസിയറിറ്റി, ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കത് കേൾക്കാം. ക്ഷേത്രങ്ങളിലോ ആരാധനാലയങ്ങളിലോ പോയിട്ട് നിൽക്കുമ്പോൾ ആ മൂർത്തിയെ കണ്ട് തൊഴുന്നതിന് പകരം നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ സൈലന്റ് ആയിട്ട് ശ്രദ്ധിക്കൂ. അവിടെ ഇരിക്കുന്ന മൂർത്തിയോ ആരെങ്കിലും നിങ്ങളുടെ ചെവിയിൽ പറയും, മകനെ ഇത് ചെയ്താൽ മതി. സർ വ്യക്തമായി പറയും. ശബ്ദമായിട്ടായിരിക്കില്ല, നിങ്ങൾക്കത് തോന്നും.
അനുഭവത്തിൽ നിന്ന് പറയുന്ന കുട്ടി. ഒരാൾ വന്ന് ചെവിയിൽ പറയുന്നത് പോലെ അത് തോന്നിക്കണമെങ്കിൽ പ്രാക്ടീസ് സൈലൻസ് മെഡിറ്റേഷൻ ഓർ വാട്ട് എവർ. ലിസൺ ടു ദ നേച്ചർ. See the wonders, sir. See the wonders. പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടോ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന്. ബട്ട് ജീവിതത്തിൽ അത് അനുഭവിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇറ്റ്സ് വണ്ടർ അല്ല, യാഥാർത്ഥ്യം. ഇറ്റ്സ് സയൻസ്. ഇറ്റ്സ് സയൻസ്. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരു കല്ലെടുത്ത് താഴോട്ടിട്ടാൽ അത് ഭൂമിയിൽ വീഴും എന്ന് സയൻസ് ആണെങ്കിൽ, സൈലൻസ് പ്രാക്ടീസ് ചെയ്താൽ you can listen to the voice of the nature. It is science. ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ഫിനാൻസിയൽ ക്ലാസ്സിൽ ചോദിച്ച ചോദ്യമാണ്. ഇവിടെ കുറെ പേര് മിണ്ടാതിരിക്കുന്നുണ്ട്, അവരാണെങ്കിൽ പറയാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പേഴ്സ് ഉണ്ടെങ്കിൽ ആ പേഴ്സിനകത്ത് എത്ര പൈസ ഉണ്ടാകും? പേഴ്സോ ബാഗോ വാട്ടർ? ക്യാഷ്. ഐ എം ആസ്കിംഗ് ക്യാഷ്. ഗൂഗിൾ പേ അല്ലാട്ടോ. ആർക്ക് പറയാം? എനിവൺ? 5000 രൂപ. 5000 രൂപ. കൃത്യം 5000 ആണോ? 5000. കൃത്യം. കൂടുതലില്ല, കുറവില്ല? കൂടുതലില്ല, കുറവില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പം 4-5 രൂപ, ഇത് 10 രൂപ 50 രൂപ ചിലപ്പം കൂടുതൽ വന്നേക്കാം. ഓക്കെ. ഓക്കെ, ഗുഡ് സർ, താങ്ക് യു സർ. വേറെ എനിവൺ എൽസ്? എനിക്ക് അങ്ങനെ 3100 വല്ലതും കാണാനായിരിക്കും സാധ്യത എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സാധ്യത. യെസ്, കറക്റ്റ്. ഓക്കെ, നത്തിങ് റോങ്. താങ്ക് യു മാം, താങ്ക് യു. അവിടെ പ്രശ്നം കണ്ടോ? 5000 സംതിങ്, ചിലപ്പോൾ 50-60 കൂടുതൽ കാണാം. 3000 സംതിങ്, എത്ര മാഡം പറഞ്ഞു? സംതിങ്. വൈ ഇറ്റ് ഈസ് നോട്ട് സംതിങ്, ബട്ട് വൈ ഇറ്റ് ഈസ് സംതിങ്? 562 ആണെങ്കിൽ അത് 500 സംതിങ് അല്ല, 562. മാഡം 100% എന്ന് പറയുന്നത് 99.9 എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് മാഡം, വ്യത്യാസമുണ്ട് സർ. ഓട്ട മത്സരത്തിന് മാഡം പോവുകയാണ്, 200 മീറ്റർ ഓട്ടമാണ്. ഞാൻ 199 ഓടിയല്ലോ, ഒന്നല്ലേ കുറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാര്യമുണ്ടോ? നോ. സി, ഫിനാൻസ് നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പരിചയമുള്ള ഒരാളെ ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാൻ ശരിക്കും സ്തംഭിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ല. അദ്ദേഹം പറയുന്നത്, പേരക്കുട്ടിക്ക് വേണ്ടി ഒരു മുട്ടായി വാങ്ങിച്ചാൽ 50 പൈസയുടെയും 10 രൂപയുടെയും ചോക്ലേറ്റ് മേടിച്ചാൽ അതും അക്കൗണ്ടിങ് ആണ്. വൈകുന്നേരം അതും അക്കൗണ്ട് ചെയ്തിട്ടേ അദ്ദേഹം കിട്ടും. ദാറ്റ് ഈസ് വൈ ഹി ഈസ് എ മില്യണയർ. നമ്മൾ പലരും മില്യണയർ അല്ലാത്തത് എന്താ? ഞാൻ എന്താ മില്യണയർ അല്ലാത്തത്? എനിക്ക് ആ ഹാബിറ്റ് ഇല്ല. പോൾ സാറ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളായിരിക്കാം, പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ പോൾ സാറിന് മാത്രമല്ല, നമ്മൾ ജോലി ചെയ്ത ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ കയ്യിലൂടെ എത്ര പണം ഒഴുകി പോയിട്ടുണ്ടാകും? ശമ്പളമായിട്ട്, വേതനമായിട്ട്, പല രീതിയിൽ എത്ര പണം ഒഴുകി പോയിട്ടുണ്ടാകും? ഇപ്പൊ എത്ര ബാക്കി? ആ ഒഴുകിപ്പോയ പണത്തിന് ആനുപാതികമായ ഒരു സേവിങ് നമ്മുടെ കയ്യിലുണ്ടോ? എനിവൺ അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സാറേ ഞെട്ടും അല്ലേ? മോഹൻ സാറേ ഞെട്ടും, ഷോക്കടിക്കും. ഒന്ന് കൂട്ടി നോക്കിക്കോളൂ. ഒന്ന് നമ്മൾക്ക് അന്ന് കിട്ടിയ ശമ്പളം മുതൽ ഏകദേശം ഇതുവരെ കൂട്ടിയിട്ടില്ലെങ്കിൽ കൂട്ടിക്കോളൂ, നമ്മൾ ഷോക്കടിച്ചു പോകും. വൈ? ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കിൽ. ഫിനാൻസ് മാനേജ്മെന്റ് അല്ല, മണി മാനേജ്മെന്റ്. വരുന്ന പണത്തെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ സ്കൂളുകളിൽ അത് പഠിപ്പിക്കുന്നില്ല, നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സിലബസിലില്ല. മനുഷ്യന് ഏറ്റവും ആവശ്യം. ഞാൻ കൂട്ടി നോക്കിയപ്പോ തമാശക്ക് പറഞ്ഞാൽ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നി. നിങ്ങളിൽ പലർക്കും തോന്നാം. എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം 15,000 റുപ്പീസ് വെച്ചിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ഡെപ്പോസിറ്റ് ചെയ്തത്. ഇപ്പൊ അദ്ദേഹം പറയാണ്, സർ ഏകദേശം 1 crore റുപ്പീസിന്റെ അടുത്ത് 15,000 റുപ്പീസ് പെർ മന്ത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP ഇട്ടു. ഏകദേശം അത് പുള്ളി പറഞ്ഞു മിക്കവാറും 2-3 വർഷം കൊണ്ട് 1 crore ക്രൂസ് ചെയ്യും. ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം.
നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താ ചെലവൊക്കെ ചെയ്തിട്ട് ബാക്കിയുണ്ടോ അതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുന്ന ആളുകൾ അവരെന്താ ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ചെലവ് ചെയ്യും. സീ ദ ഡിഫറൻസ്. നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ പറയും, പിന്നെ ആകെ കിട്ടുന്നത് 10,000 രൂപയാണ്, അതിൽ നിന്നാണ് സേവ് ചെയ്യുന്നത്. ആകെ കിട്ടുന്നത് 10,000 രൂപയാണ്, അതിൽ നിന്നാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. 100 രൂപ കിട്ടിയാൽ അതിൽ നിന്നും 10 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ, ആ മണി മാനേജ്മെന്റ് സ്കില്ല് പഠിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് 1000 കോടി രൂപ കിട്ടിയാലും നിങ്ങൾ 100 രൂപ സേവ് ചെയ്യില്ല. കേരളത്തിൽ ലോട്ടറി അടിച്ച 285 പേരുടെ മീറ്റിംഗ് സർക്കാർ വിളിച്ചു. 5 പേരൊഴിച്ച് ബാക്കി എല്ലാവരും കടക്കെണിയിൽ പോയി. ബിക്കോസ് പണമല്ല പ്രശ്നം, പണം വരാത്തതല്ല പ്രശ്നം. ആ സ്കില്ലില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര പണം വന്നാലും നിൽക്കില്ല. നമുക്ക് വേണ്ടത് ആ സ്കില്ലാണ്. നിങ്ങൾക്ക് നല്ല തൊഴിലുണ്ടാകാം, നല്ല ബിസിനസ് ഉണ്ടാകാം, അതൊക്കെ ഉണ്ടാകാം, വാടക കിട്ടുന്നുണ്ടാവാം, റെന്റ് കിട്ടുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് മണി മാനേജ്മെന്റ് സ്കിൽ ഇല്ലെങ്കിൽ എല്ലാം വെള്ളത്തിൽ വരച്ച വര എന്ന് പറയാം. ബഡ്ജറ്റിംഗ് ഉണ്ടോ? അപ്പൊ ദിവസവും 60 മിനിറ്റ്, 1 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എത്ര അസറ്റ് ഉണ്ട്? നിങ്ങൾ ഇതുവരെ ജീവിച്ചു, നിങ്ങൾക്ക് എത്ര അസറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് 60 ലക്ഷം രൂപയുടെ ഉണ്ട്. എനിക്ക് 60,11,566 രൂപയുടെ അസറ്റ് ഈ ജനുവരി 1-നുണ്ട്. പറയാൻ പറ്റുമോ? ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ വട്ടം കറങ്ങും. എത്ര രൂപയുടെ വീടിന്റെ വില, കാറിന്റെ വില, ബൈക്കിന്റെ വില, സ്കൂട്ടറിന്റെ വില, ഫർണിച്ചർ, കിടക്ക, മേശ വിരി അടക്കം. നിങ്ങളുടെ അസറ്റ് എത്രയാണ്? ഉത്തരം പറയാൻ ആർക്കെങ്കിലും കഴിയോ? കഴിയുന്നില്ലെങ്കിൽ യുവർ മണി മാനേജ്മെന്റ് സെക്കൻഡ് ഇമ്പോർട്ടന്റ് തിങ്, ലൈഫ് ചേഞ്ചിങ് സ്കിൽ. ഇതില്ലെങ്കിൽ സർ, മാഡംസ്, മസ്റ്റ്. ഇതുവരെ ഇല്ലെങ്കിൽ കൂട്ടിക്കോ. എത്രയാണ് പേഴ്സിലുള്ളത്, എത്രയാണ് ബാങ്കിലുള്ളത്, എത്രയാണ് അസറ്റ് ആയിട്ടുള്ളത്? നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും അത് അറിയണമെന്നില്ല, അറിയേണ്ടവരെങ്കിലും അറിയിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ എത്രയോ? ഇല്ല. ബഡ്ജറ്റ് ഉണ്ടോ? കഴിഞ്ഞ മാസം എത്ര ചെലവായി അറിയോ? അറിയില്ല. ഒരു മാസം എന്റെ വീട് ചെലവ് നടന്നു പോകാൻ എന്റെ കയ്യിൽ എത്ര വരുമാനം വേണം അറിയോ? പെട്രോൾ കഴിഞ്ഞ മാസം എത്ര അടിച്ചു, കഴിഞ്ഞ മുമ്പത്തെ മാസം എത്ര അടിച്ചു? നോ കമ്പാരിസൺ, നോ നോളജ്. അങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. വണ്ടി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, അതിങ്ങനെ കുഴപ്പങ്ങളില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ സ്കിൽ, മേക്ക് എ ബഡ്ജറ്റ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? എല്ലാം കേട്ടിട്ടുണ്ട്, നമുക്ക് എല്ലാം അറിയാം, എല്ലാവർക്കും എല്ലാം അറിയാം. ബട്ട് നോളജ് വിത്തൗട്ട് ആപ്ലിക്കേഷൻ. ക്യാഷ് ഫ്ലോ, എവിടെ നിന്നൊക്കെ ക്യാഷ് വരുന്നത്? ക്യാഷ് ഫ്ലോ കറക്റ്റ് ആണോ? അടുത്ത മാസം എന്തൊക്കെ ചെയ്യാനുണ്ട്? ആ ക്യാഷ് എനിക്ക് വരുന്നുണ്ടോ? ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? ക്യാഷ് ഫ്ലോ എവിടെയാ? അക്കൗണ്ട്സ് നോക്കാറുണ്ടോ നിങ്ങൾ? ഗൂഗിൾ പേ ചെയ്തു, ബാലൻസ് നോക്കിയോ? ഏതെങ്കിലും നമ്മുടെ അക്കൗണ്ട് ഫിഷ് ചെയ്ത് പൈസ പോയിട്ടുണ്ടോ? അതുപോലെ അറിയില്ല. എല്ലാവരും ഇല്ല ഞാൻ പറയുന്നത് കേട്ടോ. സക്സസ്ഫുൾ അല്ലെങ്കിൽ ഇതൊക്കെ റീസൺ ആണ്. സക്സസ്ഫുൾ ആകണമെങ്കിൽ അറിയണം. എല്ലാ ദിവസവും നിങ്ങൾ അക്കൗണ്ട് ചെക്ക് ചെയ്യണം. ഞാൻ എൻ്റെ ഓഫീസിലെ അക്കൗണ്ട് എല്ലാ ദിവസവും എനിക്ക് വാട്സാപ്പിൽ വരും. ഒരു ദിവസം ചെക്ക് ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ ഞാൻ നാളെ രാവിലെ 3 മണിക്ക് എണീറ്റ് ചെക്ക് ചെയ്യും. ബിക്കോസ് ഐ ലേൺഡ് ദാറ്റ്. പഠിച്ചപ്പോഴാ. അതിനു മുമ്പ് അറിയില്ല. ബാങ്കിൽ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, നോക്കട്ടെ. നോ, നിങ്ങളുടെ മനസ്സിൽ ഈ ചിന്ത, എന്റെ ബാങ്കിൽ ഇത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ള ചിന്ത സബ് കോൺഷ്യസ് മൈൻഡിൽ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, പ്ലാനിങ് ഉണ്ടാകും. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ സർ, ഇഫ് യു ആർ നോട്ട് പ്ലാനിങ്, യു ആർ പ്ലാനിങ് ടു ഫെയിൽ. സോ ചെക്ക് അക്കൗണ്ട്സ് ഒരു കാരണവശാൽ, അത് ബിസിനസ് ആകട്ടെ, വീടാകട്ടെ, പേഴ്സണൽ അക്കൗണ്ട് ആകട്ടെ, ചെക്ക് ഡെയിലി. ബിസിനസ് ആണെങ്കിൽ ഡെയിലി അക്കൗണ്ടന്മാർ സംസാരിക്കണം. അവർ പറയുന്ന പല ടേംസ് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ അവരോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ എവിടെയാണ് പൈസ പോകുന്നത് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോ അക്കൗണ്ട്സ്, മണി, ബാലൻസ്, ക്യാഷ് ആയിട്ടുള്ളത്, ബാങ്കിലുള്ളത് സെലീന മാഡം അറിയാം. 21,162 രൂപ 50 പൈസ. ആ 50 പൈസയും നിർത്തും.
ഗോയങ്ക നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കഥ, 1 രൂപ കോയിൻ താഴെ വീണ് വെള്ളത്തിൽ വീണു. അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് സമയം പരതി ആ കോയിൻ എടുത്തിട്ട് പോയി. വർഷങ്ങൾക്ക് മുമ്പ് 1 രൂപയ്ക്ക് വിലയുണ്ട്, ഇപ്പോഴത്തേക്കാണ്. കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകർ ചോദിച്ചു, ബോഡി ഗാർഡ് ചോദിച്ചു, ഇത്രയും കോടീശ്വരനായ താങ്കൾ ആ 1 രൂപയ്ക്ക് വേണ്ടി ഇത്ര സമയം കളഞ്ഞു? അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് മൈ ഹാർഡ് ഏൺഡ് മണി, ദിസ് ഈസ് അക്കൗണ്ടഡ്. എനിക്ക് 10 രൂപ എടുക്കണമെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല, എന്റെ അക്കൗണ്ടന്റ് പറയണം. എന്റെയാണ് സ്ഥാപനം, പക്ഷെ എനിക്ക് പൈസ എടുക്കണമെങ്കിൽ അക്കൗണ്ടന്റ് തരണം, പറയണം, ഞാൻ റിക്വസ്റ്റ് കൊടുക്കണം. എന്റെ പൈസയല്ലേ 5000 ചോദിച്ചാൽ അക്കൗണ്ടിന് കൊടുക്കില്ല. സാർ വാട്ട് ഈസ് ദ പർപ്പസ്? കാരണം നോട്ട് ചെയ്യണം, വാട്ട് ഈസ് ദ പർപ്പസ്. ഗോയങ്കയോടും അംബാനിയോടും ചോദിക്കുക അക്കൗണ്ടിന്, സാർ വാട്ട് ഈസ് ഫോർ. നമ്മൾ അംബാനിയല്ല, പക്ഷെ നമ്മൾ ചോദിക്കുന്നില്ല, നമ്മൾ അങ്ങോട്ട് ചെലവഴിക്കുകയാണ്. നമ്മൾ അംബാനിയല്ല, ഗോയങ്കയല്ല, നമ്മൾ സക്സസ്ഫുൾ അല്ല, നമ്മൾ ചോദിക്കില്ല. സക്സസ്ഫുൾ ആളുകൾ 1 രൂപയ്ക്കും കണക്ക് പറയും. അത് നമ്മൾ നാട്ടുമായിട്ട് പറയും അവർ പിശുക്കന്മാരാണ്. അല്ല, അതുകൊണ്ടല്ല. Because they know the formula for success. അപ്പോ ഒരു ദിവസം 60 മിനിറ്റ് തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഒന്ന് കൈപ്പൊക്കാം. കൈപ്പൊക്കുമ്പോ ആക്ഷൻ തന്നെ തയ്യാറാണെങ്കിൽ കൈപ്പൊക്കാം. ക്യാമറ ഓൺ ചെയ്യാത്തവർക്ക് അദൃശ്യരായിട്ട് കൈപ്പൊക്കാം. ഓക്കെ. അപ്പോ നമ്മൾ ഇതുവരെ എന്ത് പഠിച്ചു? ആർക്കും പറയാം? 2 പോയിന്റ് എന്തൊക്കെ പഠിച്ചേ? ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്. Emotional well-being and financial well-being. Financial well-being. Fine. Business well-being and job well-being. ബിസിനസിന്റെ സ്റ്റാഫ് എങ്ങനെയാണ് വരുന്നത്, ഏത് സമയത്താണ് വരുന്നത്, അവിടെ നമുക്കൊരു ഓട്ടോമേഷൻ ഉണ്ടോ? 1 മണിക്കൂർ നമ്മുടെ ജോലിയിൽ നമ്മുടെ സമയത്താണ് ചെല്ലുന്നത്. അവിടെ എന്റെ പെൻഡിങ് വർക്ക് എന്താണ്? ഈ ജോബിനെ അല്പം കൂടി ഈസിയാക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ ഒരു ടീച്ചർ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അപ്ഡേറ്റ് ആണോ? ഞാനിന്ന് എന്റെ ടീച്ചർമാരോട് സംസാരിച്ചു. അപ്പൊ പലരും ChatGPT കേട്ടിട്ടുണ്ട്, പക്ഷെ ദേ ആർ നോട്ട് അപ്ലൈയിങ് ഇറ്റ്. ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്ലാസ് കൊടുത്തിട്ട് അവർ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച നിർബന്ധമായിട്ടും. അപ്പൊ ChatGPT ഉപയോഗിച്ച് എങ്ങനെ ഒരു ടീച്ചിങ് നോട്ട് ഉണ്ടാക്കാം കാണിച്ചോളൂ, ഓൺ ദി സ്പോട്ട് കാണിച്ചോളൂ. ഒരു ടീച്ചിങ് നോട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് 3 മണിക്കൂർ 4 മണിക്കൂർ വേണം. പക്ഷെ ChatGPT നിങ്ങൾക്ക് നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട്, 5 മിനിറ്റ് വേണ്ട, 5 സെക്കൻഡ് കൊണ്ട് അത് ഉണ്ടാക്കി തരും. വൈ ആർ യു നോട്ട് യൂസിങ് ഇറ്റ്? അപ്ഗ്രേഡ് യുവർസെൽഫ്, യൂസ് ഇറ്റ്. ബിസിനസ്സിൽ എല്ലാം കറക്റ്റ് ആണ് പോകുന്നത്. ഇപ്പോഴും ഷട്ടർ തുറക്കാൻ പോകുന്നത് നിങ്ങളാണ്. എല്ലാ കൊച്ചു കാര്യത്തിലും നിങ്ങൾ ഇടപെടുന്നുണ്ടോ? മൈക്രോ മാനേജ്മെന്റ് ചെയ്യുന്നുണ്ടോ? ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ. ബിസിനസ് ഡെവലപ്പ് ആവില്ല. ഡെവലപ്പ് ആകണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവിടെ അധികം വേണ്ട. നിങ്ങളുടെ പ്രസൻസ് വേണ്ടത് എവിടെയാണ്? ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചിന്തകളിൽ, ഐഡിയകളിൽ. അതിലേക്ക് പോകണമെങ്കിൽ, ബിസിനസിനെ ഒരു സെറ്റപ്പ് ആക്കി വെക്കണമെങ്കിൽ ദിവസം 1 അവർ ബിസിനസിന്റെ കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആണോ, അത് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ജോലി ചെയ്യുന്ന ആളുകൾ എന്റെ ജോലിയിൽ ഞാൻ ഓക്കെ ആണോ? ഞാൻ സർക്കാരിന്റെ ആയാലും പ്രൈവറ്റ് സ്ഥാപനമായാലും അവിടുത്തെ സമയം മോഷ്ടിക്കുന്ന മോഷ്ടാവാണോ? ഞാൻ 10 മണിക്ക് ആണെങ്കിൽ 10:30ക്കാണ് ഞാൻ ചെല്ലുന്നതെങ്കിൽ അരമണിക്കൂർ മോഷ്ടിച്ച മോഷ്ടാവാണ് ഞാൻ. എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സഹിക്കില്ല. എന്നെ കള്ളൻ എന്ന് മുദ്ര കൊടുത്തു. ആർ യു ദേർ ഇൻ യുവർ ഓഫീസ് റൈറ്റ് ടൈം? ഇന്നത്തെക്കാൾ നിങ്ങൾ ഇംപ്രൂവ് ചെയ്തിട്ടാണ് ജോലി ചെയ്യുന്നത്. ഫൈറ്റ്. സെയിൽസോ മാർക്കറ്റിങ്ങോ കണ്ടുപിടിക്കും എവിടെയാണ്. ബിസിനസ്സിൽ. വീട്ടിലാകുമ്പോഴോ ഹൗസ് മാനേജ്മെന്റ്. വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന മുറി ഒന്ന് നോക്കിക്കേ, ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. കാണിക്കൊന്നും വേണ്ട, ജസ്റ്റ് അവിടെ ചൂല് കിടക്കുന്നു, ഇപ്പുറത്ത് ഡ്രസ് കിടക്കുന്നു, കട്ടിൽ കിടക്കുന്നു, 4-5 ഡ്രസ്. വീട്ടിൽ കസേരയിലെ ഡ്രസ് ഉണ്ടാവാം, കസേരയിൽ കാണും ഡ്രസ്, അണ്ടർവെയറും ബനിയനും ഒക്കെ കസേരയിൽ കിടക്കുന്നുണ്ടാവും, നൈറ്റിയും കസേരയിലും ഉണ്ടാകും. അങ്ങനെയാണോ? കീറി പറഞ്ഞ വസ്ത്രങ്ങൾ ഇപ്പോഴും അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടോ? സാധനങ്ങൾ വാങ്ങി വന്ന ആ പ്ലാസ്റ്റിക് കൂടുകൾ ഇപ്പോഴും അവിടെ ഒളിച്ചിരിപ്പുന്നുണ്ടോ? പൊട്ടിപ്പോയ മൊബൈൽ ഫോൺ ഇപ്പോഴും അവിടെ ഉണ്ടോ? ഓടിക്കാത്ത സൈക്കിൾ വീട്ടിലുണ്ടോ? വായിക്കാത്ത പുസ്തകങ്ങളുണ്ടോ? ഉപയോഗിക്കാത്ത പാത്രങ്ങളുണ്ടോ? ചില വാട്സാപ്പിൽ മെസ്സേജ് കാണാറുണ്ട്, വരാൻ പോകുന്ന വിരുന്നുകാരനെ പ്രതീക്ഷിച്ച് ഒളിച്ചിരിക്കുന്ന പാത്രങ്ങളെ കുറിച്ച്. ആർക്കെങ്കിലും കൊടുക്കുന്നേ? ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. ഫ്രിഡ്ജ് കേടായി,
വാറണ്ടി കാർഡ് എവിടെയാ? ഇടീ നിന്നോട് പറഞ്ഞില്ലേ, എവിടെയാ വെച്ചത്? ചേട്ടനോടല്ലേ പറഞ്ഞു, ചേട്ടനല്ലേ വെച്ചേ? ഞാൻ മോനോട് പറഞ്ഞു. ഒരു പിടിയില്ല, സിസ്റ്റം ഇല്ല. വീട്ടിലെ കാര്യങ്ങൾ മാനേജ്മെന്റ് ചെയ്യണം. കറണ്ട് ബിൽ അടച്ചു, ആർക്കും അറിയില്ല, മാനേജ്. പോളിസി പൈസ അടച്ചു, അറിയില്ല. ഹെൽത്ത് ഇൻഷുറൻസിന് ഡേറ്റ് എന്നാ അറിയില്ല. വണ്ടിയുടെ ഇൻഷുറൻസ് എന്നാ അറിയില്ല. ഡിസ്ട്രാക്ഷൻ വരും അവിടെ തർക്കം വരും. പിന്നീട് ഞാനല്ല, നീയല്ല. അപ്പോ മേക്ക് എ വണ്ടർഫുൾ സിസ്റ്റം അറ്റ് യുവർ ഹോം. വീക്കിലി മീറ്റിംഗ് വിളിക്കുന്ന വീട്ടില്, ബിസിനസിന് മീറ്റിംഗ് വിളിക്കുന്നുണ്ടല്ലോ, വീട്ടിൽ എന്താ വിളിക്കാത്തത്? വീട്ടിൽ മീറ്റിംഗ് വിളിക്കും, എല്ലാ ആഴ്ചയും ഇരിക്കൂ. നിങ്ങൾ അത് ചെയ്യണം കേട്ടോ. നമ്മുടെ വാറണ്ടി കാർഡെല്ലാം ഈ അലമാരിയിൽ ഈ സ്ഥലത്തിരിപ്പുണ്ട്. എന്ത് വാറണ്ടി കാർഡ് കിട്ടിയാലും അവിടെ ഇരിപ്പുണ്ട്. വാട്ട് എവർ, പ്ലാനറ്റ്. ഒരാളില്ലെങ്കിൽ അയാളോടല്ലേ ചോദിക്കട്ടെ. അമ്മ എന്റെ ഷൂസ് എവിടെയാ? മക്കൾ ചോദിക്കും. ഭർത്താവ് ചോദിക്കും, എടി എന്റെ ബനീൻ എവിടെയാ? എന്തിന്? സിസ്റ്റം ഇല്ല വീട്ടിൽ. സിസ്റ്റം ഉണ്ടാക്കി വീട്ടില് ഉണ്ടാക്കും. റെസ്പോൺസിബിലിറ്റി സിസ്റ്റം തമ്മിൽ വ്യത്യാസം എന്താ? എന്താണ് റെസ്പോൺസിബിലിറ്റി സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം? ആർക്ക് പറയാം? റെസ്പോൺസിബിലിറ്റി മീൻസ് എന്റെ ഓഫീസിൽ പറഞ്ഞു, നമ്മൾ തന്നെ എടുക്കുന്നത് റെസ്പോൺസിബിലിറ്റി. ഒരു സിസ്റ്റം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ ചെയ്യും, ആ ആൾക്ക് തോന്നിയാ ചെയ്യും. ഇപ്പൊ മാഡം ഒരു സ്ഥലത്ത് ഒരു ജോലി ചെയ്യുന്ന ഒരു ഓഫീസർ ആണെങ്കിൽ മാഡത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മാഡം ഒരു ദിവസം വന്നില്ലെങ്കിൽ അത് അവിടെ മുടങ്ങും. ബിക്കോസ് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. മറ്റു സ്റ്റാഫ് വിചാരിക്കും അത് സലീന മാഡത്തിന്റെ പണിയാണ്, കേട്ടില്ലേ, അത് എന്റെ പണിയല്ല, അത് ആ സീറ്റിലെ ആളുടെ പണിയാ. സർക്കാർ ഓഫീസിൽ പോയാൽ പറയും അത് ആ സീറ്റിലെ ആള് ലീവാ. പക്ഷെ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സീറ്റിലെ ആള് ലീവാണെങ്കിലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. SOP ഇൻ ബിസിനസ്സിൽ SOP വേണം. എന്താണ്? നമ്മളില്ലെങ്കിലും ഒരു ജീവനക്കാരൻ മുടങ്ങിയാലും ലീവ് എടുത്താലും അതവിടെ നടക്കും. ഒരാൾ വന്നില്ലെങ്കിൽ അത് ആര് ചെയ്യണം? അത് SOPയിലുണ്ട്, സ്റ്റാൻഡിങ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അത് ഫാമിലിയിലുണ്ടോ? ഫാമിലിയിൽ വെക്കൂ. ഓട്ടോമാറ്റിക് ആയിട്ട് അത് നടന്നു പോകണം. ഫാമിലിയിൽ വെക്കൂ. ചിട്ടിയുടെ പൈസ ഭാര്യ അടച്ചില്ലെങ്കിൽ അത് ഭർത്താവിന് അടയ്ക്കേണ്ടി വരും. അടയ്ക്കണം, അന്വേഷിക്കണം. വീട്ടില് ഒരു ഫ്യൂസ് പോയാൽ ഭർത്താവ് വന്നില്ലെങ്കിൽ ഫ്യൂസ് കെട്ടാത്ത എത്രയോ വീട്ടമ്മമാരുണ്ടെന്ന് അറിയാമോ? റൈറ്റ്? ഭാര്യയ്ക്ക് ഒരു ദിവസം അസുഖമായി കഴിഞ്ഞാൽ പിന്നെ അന്ന് കഞ്ഞി വെക്കില്ല, ഭക്ഷണം വെക്കില്ല, അടുക്കള അന്ന് പൂട്ടും. ശരിയാണോ? എത്ര വീടിന്റെ അങ്ങനെ പറയണ്ട. ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ മാഡം? സ്ത്രീ ജനങ്ങളെന്ന് പറഞ്ഞ് ഉണ്ടാവോ? ഉണ്ടല്ലേ? വൈ 50 വർഷം 40 വർഷം ഭൂമിയിൽ ജീവിച്ചു. എടി നീ ഉണ്ടാക്കി തന്ന ആ കറി, മീൻ കറി സൂപ്പർ. എന്റെ ചേട്ടാ, ആ സൂപ്പർ പോലെ കറി എന്താ ഉണ്ടാക്കാൻ പഠിക്കാത്തെ? സാമ്പാർ രുചിച്ച് നോക്കിയിട്ട് സൂപ്പർ എന്ന് പറയാനല്ല, അതുപോലെ സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ എത്ര സമയം വേണം മാഡം ഭർത്താവിനെ പഠിപ്പിക്കാൻ? അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, നിങ്ങൾക്ക് പഠിക്കാൻ എത്ര സമയം വേണം? SOP ഇൻ ഫാമിലി. ഭാര്യ അസുഖമായി കിടന്നാൽ, അമ്മ അസുഖമായി കിടന്നാൽ മക്കൾക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു SOP നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ മീറ്റിംഗ് വിളിച്ചോ. എമർജൻസി വാട്സാപ്പിൽ മക്കൾക്കും ഭർത്താവിന് മെസ്സേജ് അയക്കും, ടുഡേ 7 o'clock അർജന്റ് മീറ്റിംഗ്, ഡിസ്കസ്, മേക്ക് എ പ്ലാൻ അറ്റ് യുവർ ഹൗസ് ഫാമിലി. ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി ഓരോരുത്തർ അറിയണം. ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റുള്ളവർ എന്ത് ചെയ്യണം? അച്ഛനെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വീട് മുന്നോട്ട് പോകണം. അതിന് നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾ സജ്ജരാണോ? നമ്മുടെ കുടുംബത്തിൽ ഒരാൾ, അതൊരു പ്രകൃതി സത്യമാണ്, ഒരു ദിവസം ഇല്ലാതായാൽ നിങ്ങളുടെ വീട് മുന്നോട്ട് പോകുവാനുള്ള സംവിധാനങ്ങൾ SOP നിങ്ങൾക്കുണ്ടോ? മേക്ക് ഇറ്റ് ഹാപ്പൻ. സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഡൻ ബ്രേക്ക്. പക്ഷേ ആ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 4 പേര് അപ്രത്യക്ഷരായാലും ആ ഒരാൾക്ക് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ആ വിജയം, ആ കുടുംബം ലക്ഷ്യം വെച്ച ആ വിജയത്തെ സ്പർശിക്കാത്ത വിധത്തിൽ
ആ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ മേക്ക് എൻ SOP. മേക്ക് ഷുവർ യുവർ ഫാമിലി ഓൾസോ ഹാസ് എൻ SOP. ഗ്രോത്ത് വെൽബീങ്. ഇത് ഈ ആണുങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് കൂടുതലായിട്ട്. ഗ്രോത്തിലേക്കാണ് അവരുടെ ചിന്ത. സ്ത്രീകളൊക്കെ പലപ്പോഴും അവർക്ക് ഒരു സെർട്ടനിറ്റി അതിലേക്ക് പോവാം. പക്ഷെ എല്ലാവർക്കും വേണം ഗ്രോത്ത്. അതൊരു ഫാമിലിയെ സംബന്ധിച്ച് വേണം. എന്താ ആദ്യത്തെ ചെടി ഇതുപോലെ മതി ജീവിതം? എന്നും ഈ ആദ്യത്തെ ചെടി ഇരിക്കുന്ന പോലെ ഇരുന്നാൽ മതിയോ സാറേ? ശോഭന മാഡം മതിയോ? ഗ്രോത്ത് വേണ്ടേ? പോരാ പോരാ പോരാ. അപ്പൊ എന്ത് ചെയ്യണം? ലേണിംഗ്. നോക്കൂ, ഇന്ന് 7 മണിക്ക് ക്ലാസ് എടുക്കാൻ വന്ന പ്രദീപ് കുമാർ ഇന്നലത്തെ പ്രദീപ് കുമാർ അല്ല, ഇന്നത്തെ പ്രദീപ് കുമാർ. ബിക്കോസ് ഐ റെഡ് സം ബുക്സ്. ഞാൻ എന്താ ചെയ്യുന്നറിയോ? വായിക്കാൻ ചിലപ്പോൾ മടി ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ മടി മാറ്റാൻ വേണ്ടി പുസ്തകം ഇവിടെ വെക്കും, നമ്മുടെ ടേബിളിന് സൈഡിൽ വെക്കും. എന്തെങ്കിലും ബോറടിക്കുന്നു അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് പണി കഴിഞ്ഞ് കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുസ്തകം എടുത്ത് ഒരു 4 മടക്കി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പുസ്തകം വായിക്കുമ്പോൾ ഇപ്പൊ ഉറക്കം വരുന്നു, സത്യം പറയാട്ടോ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ഒരു 3 പേജെങ്കിലും വായിക്കും. അപ്പോ ഇന്നലെ പ്രദീപ് കുമാറിനേക്കാൾ ഇന്നത്തെ പ്രദീപ് കുമാർ 3 പേജ് വായിച്ചാണ്. ഐ ആം ബെറ്റർ ടുഡേ ദാൻ യെസ്റ്റർഡേ. ടുമോറോ ഈസ് ഗോയിങ് ടു ബി മോർ ബെറ്റർ. ബിക്കോസ് ഇന്ന് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വായിക്കും, കുറച്ച് വായിക്കും, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ കാണും, അല്ലെങ്കിൽ ഞാനൊരു ക്ലാസ് കേൾക്കും. അപ്പോൾ ഐ ആം ചേഞ്ചിങ് മൈ സെൽഫ്. ഐ എം ഗ്രോയിങ്. ആർ യു ഗ്രോയിങ്? Are you growing? Ask this question. So growth, well-being ഇല്ലാതെ എങ്ങനെയാ സക്സസ് ഉണ്ടാവുക? ഗ്രോത്ത് വെൽബീയിങ്ങിലേക്ക് വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കൂ. ഞാൻ ഈ പറയുന്ന പോയിന്റിലൊക്കെ നിങ്ങൾ സമയം മാറ്റി വെക്കണം. ഞാൻ അവിടെ എഴുതിയിട്ടില്ല, കാരണം ഡിപ്പെൻസ്. എനിക്കുള്ള സമയമല്ല പോൾ സാറിന് വേണ്ടത്, പോൾ സാറിന് സമയമല്ല ജെയിംസ് സാറിന് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഡിപ്പെൻഡിങ് ഓൺ യുവർ സിറ്റുവേഷൻ യു മേക്ക്. അപ്പോൾ ലേണിംഗ് എക്സെട്ര അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടുപിടിക്കൂ, മാറ്റിവെക്കൂ. ഒറ്റ കാര്യം ഉറപ്പിക്കണം, അത് നിങ്ങൾ ഡെസിഷൻ ആക്കി വെക്കണം. ഇന്നലത്തെ ഞാനല്ല, ആയിരിക്കില്ല. ഇന്നത്തെ ഞാൻ ആയിരിക്കില്ല. നാളത്തെ ഞാൻ ഷുവർ, ഐ വിൽ മേക്ക് ഷുവർ. ഞാനത് ഉറപ്പിക്കും. എനിക്കത് ഉറപ്പിച്ചേ പറ്റൂ. കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതിലേക്ക് ഞാൻ പോകണമെങ്കിൽ എൻ്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ ഞാൻ സ്ട്രോങ് ആക്കണം. അപ്പൊ അത് വേണമെങ്കിൽ വാട്ടെവർ നിങ്ങൾക്ക് എന്തും പഠിക്കാം. ഗ്രോത്ത് ഇതെല്ലാം പഠിക്കാം, പുസ്തകം വായിക്കാം, പലതും ചെയ്യാം. നിങ്ങൾ തീരുമാനിക്കാം എന്താ വേണ്ടത്. ഇതൊക്കെ ചെയ്തു. പക്ഷേ അടുത്ത വർഷം ക്രിസ്മസ് സെലിബ്രേഷൻ ആകുമ്പോൾ ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പേരമക്കളോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ കൈ പിടിച്ച് കസേര കൊണ്ടിരുത്തിട്ട് വേണം പാട്ട് കേൾക്കാൻ. ബിക്കോസ് ഒരടി അനങ്ങത്തില്ല, നടക്കാൻ പോകില്ല, ഒരു ജോഗിന് പോകില്ല, യോഗയില്ല. രാവിലെ 2 വടയും കഴിക്കും, വൈകുന്നേരം 2 വട കഴിക്കും. പഴംപൊരി കിട്ടി അതും ശാപ്പെടും. ചോറ് ഒരു കൂന്നാരം ചോറും കഴിക്കും. എന്നിട്ട് ഏമ്പക്കം വിട്ട് കൂർക്ക മത്സ്യം ഉറങ്ങും. എല്ലാവരും പറയുന്നത് നമ്മുടെ മലയാളീസിന്റെ ഇടയിൽ സ്വന്തം ഫിസിക്സിനെ കുറിച്ച് ശ്രദ്ധയില്ല. എനിക്ക് 4 വർഷം മുമ്പ് 5 വർഷം മുമ്പ് ഞാനും ഒരു അത്യാസന നിലയിൽ കിടന്നു. ഞാൻ അവിടെ കിടന്ന് ആലോചിച്ചു, വാട്ട് ഹാപ്പൻസ്. ഞാൻ എത്ര ഫിസിക്കലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ 2-3 വർഷം ഞാൻ ഒന്ന് അലസത കാണിച്ചപ്പോൾ ഇറ്റ് അഫക്റ്റഡ് മീ എ ലോട്ട്. അതെന്നെ മരണക്കിടക്കയിലേക്ക് തള്ളിവിട്ടു. പക്ഷെ അവിടെ നിന്നും എണീറ്റ് വരുന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെ പടി കടക്കുമ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇവിടെ മരിച്ചു. ടുമോറോ ഓൺവേർഡ്സ് ഞാൻ വേറെ മനുഷ്യൻ. ആൻഡ് ഞാൻ സ്റ്റിൽ കുറച്ച് ദിവസം മുടങ്ങിയാലും സ്റ്റിൽ ഐ കീപ് ഇറ്റ് ഡൂയിങ്. ആൻഡ് ഐ ഹാവ് എന്താ പറയാ ഒത്തിരി വണ്ടർഫുൾ ഇംപ്രൂവ്മെന്റ് ഇൻ മൈസെൽഫ്. എന്റെ ഫിസിക്കൽ ഞാൻ വണ്ടർഫുൾ ഇംപ്രൂവ്മെന്റ് മാറ്റിയെടുത്തു. ബിക്കോസ് ഐ ടുക്ക് എ സ്ട്രോങ് ഡിസിഷൻ. ഫിസിക്കൽ വെൽബീയിങ് എന്തൊക്കെ വന്നാലും, ഇപ്പൊ ഇന്ന് ഞാൻ വൈകുന്നേരം 5 മണിക്ക് ഞാൻ നടക്കാൻ പോകുന്നത്. ഇന്ന് എനിക്ക് നടക്കാൻ പോകാൻ പറ്റില്ലായിരുന്നു. ഇനി ഈ പ്രോഗ്രാം ഉണ്ട്, എന്റെ ഓഫീസിൽ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോൾ വരാൻ പറ്റുന്ന അറിയില്ല. 5 മണിക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ 6-6:15 വരുമ്പോൾ അപ്പൊ ഈ പ്രോഗ്രാം എനിക്ക് എന്നെ ബാധിക്കും. ഞാൻ രാവിലെ 5 മണിക്ക് പോയി. ഐ ഹാവ് നോ അതർ ഓപ്ഷൻ ബിക്കോസ് എനിക്കത് ചെയ്തേ പറ്റൂ മാഡം. സർ എനിക്കത് ചെയ്തേ പറ്റൂ.
സോ മൈ ഡെസിഷൻ ഈസ് സ്ട്രോങ്. മൈ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു ഡൂയിങ് ഇറ്റ്? എത്ര പേരുണ്ട്? യാ, വെരി ഗുഡ്. ബട്ട് നമ്മൾ എപ്പോഴും നടക്കാൻ പോകുന്നറിയോ? ബ്ലഡ് ചെക്ക് ചെയ്ത് കൊളസ്ട്രോൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിറ്റേ ദിവസം നടക്കും. ഡോക്ടർ പറയും നടക്കൂ, അപ്പൊ നടക്കും. അത് ചിലപ്പോൾ 2 ദിവസത്തേക്ക്. അത് പറയുമ്പോൾ നമ്മൾ ഗ്ലൗസ് മേടിക്കും, മറ്റേ നടക്കാനുള്ള ഡ്രസ്സൊക്കെ മേടിച്ച് ക്യാപ്പൊക്കെ വെച്ച് സ്റ്റൈൽ ഇടേണ്ടി ഇറങ്ങും 2 ദിവസത്തേക്ക്. ജിമ്മിലും പോകും 2 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് വീണ്ടും പഴയ പടി. ഭക്ഷണം 3-4 ഇഡ്ഡലിയൊക്കെയാണ് ഇപ്പോഴും കഴിക്കുന്നത്. മസാല ദോശ കഴിച്ചാൽ അതിന്റെ കൂടെ ഒരു വടയും വരും, അതും കഴിക്കും. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ അതും കഴിക്കും. എന്നിട്ട് പറയാണ് എന്റെ വെയിറ്റ് കൂടി, എന്റെ കൊളസ്ട്രോൾ കൂടി. കൺട്രോൾ യുവർ ഫുഡ്. മലയാളീസിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഫുഡ്. ആർത്തിയാണ് നമുക്ക് ഭക്ഷണത്തോട്. ഭക്ഷണം കഴിച്ച കിട്ടുന്ന സംതൃപ്തിയോട് ആർത്തിയാണ്. സോ കൺട്രോൾ, മേക്ക് എ പ്ലാൻ. ഞാൻ വീണ്ടും പറയുന്നു, ഇഫ് യു ആർ നോട്ട് പ്ലാനിങ്, യു ആർ പ്ലാനിങ് ടു ഫെയിൽ. യു ആർ പ്ലാനിങ് ടു ഡൈ. ഈ നടക്കാൻ പോകുന്ന കൂട്ടത്തില് ചെറുപ്പക്കാരെ കാണാറുണ്ടോ? 25 വയസ്സിലൊക്കെയാണ് മേഡം നടക്കാൻ പോകേണ്ടത്. നമ്മൾ പോകുന്നത് 40, 45, 50 വയസ്സില 60 വയസ്സിലാണ് പോകുന്നത്. അപ്പോ നമ്മുടെ വീട്ടിൽ ആ കൾച്ചർ ഉണ്ടാക്കിയെടുക്കും. നമുക്കോ പറ്റി നമ്മുടെ വീട്ടിൽ മേക്ക് ദാറ്റ് കൾച്ചർ. അത് SOP ആയിട്ട് മാറണം. റിലേഷൻഷിപ്പ് ആണ് 7th വൺ, ലാസ്റ്റ് വൺ. റിലേഷൻ ഇല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഏതൊരു മനുഷ്യന്റെയും, പുരുഷന്റെ ജീവിത വിജയത്തിന് പുറകിൽ ആരുണ്ടാകും? ഒരു സ്ത്രീ ഉണ്ടാകും. സ്ത്രീ ഉണ്ടാകും. Behind the success of every man there is a woman, and behind the fall of every man. അതുണ്ട്. പരാജയത്തിന് പുറകിലും ഒരു സ്ത്രീ ഉണ്ടാകും. എന്റെ സക്സസ്ഫുൾ ആണ്, കുഴപ്പമില്ല. ഓക്കെ, തീർച്ചയായിട്ടും ഒരു വിജയത്തിന് നമുക്ക് പലരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഒറ്റയ്ക്ക് യുദ്ധം ജയിച്ച ഒരു പട്ടാളക്കാരനുമില്ല, ഒരു സൈന്യാധിപനുമില്ല, ഒരു രാജാവുമില്ല, ഒരു ചക്രവർത്തിയുമില്ല. ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ വേണം. റിലേഷൻഷിപ്പിൽ സ്ട്രെയിൻ വരുമ്പോൾ പലതും സംഭവിക്കും. ഒരു പുരുഷനെ സംബന്ധിച്ച് സ്ട്രെയിൻ വന്നാൽ എന്താ ചെയ്യോ മാഡം? ആ പുരുഷൻ ചെയ്യാൻ സാധ്യതയുള്ള കാര്യം എന്തുവാ? അയ്യോ, ആർക്കും അറിയില്ലേ? അറിയാം, പക്ഷെ പലരും പറയില്ല. അല്ലെ? മദ്യത്തിൽ അടിമ തേടും, അല്ലെ? അഭയം തേടും. ഞാൻ ചോദിക്കട്ടെ, ദുഃഖമോ സങ്കടമോ സ്ട്രെസ്സോ പ്രയാസമോ ബിസിനസ്സിലോ റിലേഷനിലോ ഉണ്ടായാൽ മദ്യം കഴിച്ചിട്ട് സുരക്ഷം കണ്ടെത്തിയ ഏതെങ്കിലും ഒരാളുടെ പേര് പറയാമോ? ഈ ഭൂമിയിൽ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കും, എങ്ങനെ? വൈ? ഹൗ? ഞാനും വല്ലപ്പോഴൊക്കെ മദ്യം ആസ്വദിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കൊരു ഡെസിഷൻ ഉണ്ട്. ഞാൻ സ്ട്രെസ്ഡ് ആണെങ്കിൽ, എനിക്ക് മാനസിക പ്രയാസമുണ്ടെങ്കിൽ ആ സാധനം ഞാൻ തൊടൂല. തുടരുത്. ടേക്ക് എ ഡെസിഷൻ. ഇറ്റ് ഈസ് നോട്ട് ഫോർ ദാറ്റ്. കഴിക്കാതിരിക്കുക ഏറ്റവും നല്ലത്. ബട്ട് കഴിക്കുകയാണെങ്കിൽ പ്രോട്ടോകോൾ, SOP. നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന, ഫാമിലി ബന്ധങ്ങൾ നശിപ്പിക്കുന്ന അതിലേക്ക് പോകരുത്. റിലേഷൻഷിപ്പിനെ ശ്രദ്ധിക്കും, ചർച്ച ചെയ്യും, എന്താണ് വേണ്ടത്. സ്ട്രെസ് വരുമ്പോൾ തുറന്ന് സംസാരിക്കൂ. മക്കളുമായിട്ടുള്ള ബന്ധമായാലും ഭാര്യയുമായിട്ടുള്ള ബന്ധമായാലും എന്തൊക്കെയായാലും റിലേഷൻഷിപ്പിൽ നല്ല ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാകണമെങ്കിൽ 7th വൺ സമയം കൊടുക്കും. അതിനും കൊടുക്കും സമയം. എല്ലാ ദിവസവും സമയം കൊടുക്കും. ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് എത്ര ദിവസമായി? ചിരിക്കാൻ പറഞ്ഞതല്ല, യാഥാർത്ഥ്യം പറയാണ്. ഭാര്യയുടെ മുഖത്ത് വീഴുന്ന ചുളിവുകൾ നോക്കിയിട്ട് എത്ര ദിവസം? പണ്ട് അവരുടെ കണ്ണുകളിൽ നോക്കിയിട്ട് നിന്റെ കണ്ണുകളിൽ അടിക്കുന്ന തിരയെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇപ്പോൾ എന്താ പറയാത്തത്? നിങ്ങളുടെ വിരിഞ്ഞ നെഞ്ചിൽ കിടന്നുറങ്ങുമ്പോൾ ഞാൻ എല്ലാം മറക്കുന്നു ചേട്ടാ, അല്ലെങ്കിൽ സുഹൃത്തെ, അല്ലെങ്കിൽ എന്തോ പേര്, ആ പറഞ്ഞ ഭാര്യയുടെ ചിന്തപ്പയോടെ പോയി. ക്യാച്ച് ബാക്ക്, തിരിച്ചു പിടിക്കും. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലാത്തവര് തിരിച്ചു പിടിക്കും.
Am I right? എന്തെങ്കിലും പറയാനുണ്ട് ആർക്കെങ്കിലും? സോ ഒരു കാര്യം ഞാൻ പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ 7 കാര്യങ്ങൾ, ഇതിനു വേണ്ടി നിങ്ങൾ ടൈം, ഞാൻ എല്ലാത്തിനും സമയം പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാ ദിവസവും സർ ആൻഡ് മാഡംസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഡെയിലി ഇയർ മാർക്ക് ടൈം. ഞാൻ കൊടുക്കുന്ന സമയം വ്യത്യാസമുണ്ടാകും, പക്ഷേ ടേക്ക് എ ഡെസിഷൻ ടുഡേ. ഫിനാൻസ് ആവാം, റിലേഷൻ ആവാം, എമോഷണൽ ആവാം, വാട്ടെവർ, ഫിസിക്സ് തീരുമാനിച്ചോ. നടക്കാമെന്ന് തീരുമാനിച്ചാൽ മുടങ്ങരുത്. 45-ാമത്തെ വയസ്സിൽ മമ്മൂട്ടി തീരുമാനിച്ചു എക്സസൈസ് വേണം. അന്ന് മുതൽ ഇന്ന് വരെ ആ മനുഷ്യൻ മുടക്കിയിട്ടില്ല. 5 മണി സമയമുണ്ടോ അദ്ദേഹം ജിമ്മിലുണ്ടോ. അത് ഷൂട്ടിംഗ് ഉണ്ടായാലും ഇല്ലെങ്കിലും, അത് ജമ്മു കാശ്മീർ ആയാലും ഊട്ടി ആയാലും കൊടൈക്കനാലായാലും എറണാകുളം നഗരത്തിലായാലും ഡൽഹി ആയാലും ഉണ്ടാകും. വിവേക് ഒബ്രായി ഡൽഹിയിൽ വെച്ച് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മമ്മൂട്ടി 5 മണിക്ക് വെളുപ്പിന് ഷൂട്ടിംഗ് വന്നതാ. നമ്മൾ എന്ത് ചെയ്യും? ഓ, ഇവിടെ തിരിച്ച് വീട്ടിൽ പോയിട്ട്. See the mindset. Do you have that mindset? He is successful because that is his mindset. ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ട് ഷൂട്ടിങ്ങിന് പോയാൽ, കല്യാണമുണ്ടെങ്കിൽ, അടിയന്തരമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്കൗട്ട് മുടങ്ങുന്നില്ല. നമ്മളോ പള്ളിപ്പെരുന്നാളുണ്ടെങ്കിൽ 4 ദിവസത്തേക്ക് നടക്കാൻ പോകില്ല. See the mindset. See the difference of successful people's mindset and failure people mindset. What you want? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമുക്ക് എന്താ വേണ്ടത്? കൈപ്പിടിയിൽ ഒതുക്കിക്കോ. പിന്നെ വർക്ക് ലൈഫ് കൂടി പറയാം. ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയും, ഫയൽ കൊണ്ട് വീട്ടിൽ പോകരുത്, വീട് കൊണ്ട് ഓഫീസിൽ പോകരുത്. നോ, ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഡോണ്ട് ബിലീവ് ദാറ്റ്. കാരണം ഓഫീസിന്റെ കാര്യം വീട്ടിൽ വരുമ്പോൾ കോള് വന്നിട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആ ബിസിനസ് പോകുന്നേ. ഉടക്കുണ്ടാക്കിയ ഭാര്യയോട് പറയണം, എടി നിന്നെ കെട്ടാൻ എന്നെ പ്രാപ്തനാക്കിയത് ഈ ജോലിയാ, നമ്മുടെ മക്കൾക്ക് ഫീസ് കൊടുക്കുന്നത് ഈ ജോലിയാണ്. ചിലപ്പോ കോള് വരുന്നേ, അറ്റൻഡ് ചെയ്യണേ. അപ്പൊ രണ്ടിനെയും ബാലൻസ് ചെയ്യണം. അതിനെന്താ പറയാ, വർക്ക് ലൈഫ് ബാലൻസ് അല്ല, വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ ആണ്. അത് ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കണം, ഭാര്യ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ജോലി കിട്ടിയിട്ട് പറയും, നീ റിസൈൻ ചെയ്യും. അപ്പൊ പറയണം, എന്റെ ജോലി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ കിട്ടിയത് മനുഷ്യ. അതിന് മാനേജ് ചെയ്യൂ. കല്യാണത്തിന് മുമ്പ് ചില സ്ത്രീകൾ പറഞ്ഞു കേട്ടല്ല, കല്യാണത്തിന് മുമ്പല്ല, ജോലി കിട്ടുന്നതിന് മുമ്പ് സ്ത്രീകൾ പറയും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കര പണിയാണ്, ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ല എന്ന് പറയും. അതേ സ്ത്രീക്ക് സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ജോലിയും തീർത്ത് അവർ 10 മണിക്ക് മുമ്പ് ഓഫീസിലുണ്ടാകും, 5 മണിക്ക് വരും. അവരുടെ പഴയ ജോലികൾ അതിനേക്കാൾ ഭംഗിയായി നടന്നുകൊണ്ടു പോകുന്നു. കാരണം ഞാൻ ഉത്തരം പറയുന്നില്ല, അറിയാം. മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്. ഇതൊക്കെ ചെയ്യാനുള്ള സൂപ്പർ പവർ ആണ് നമ്മുടെ ബോഡി. ഉപയോഗിക്കുന്നത് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് യൂസ് ഇറ്റ് ആൻഡ് സീ ദ ഡിഫറൻസ്. ഇതൊക്കെ ചെയ്തു, ഇനി എന്ത് ചെയ്യണം? വൈകുന്നേരം കഴിഞ്ഞാലേ എഴുതി വെക്കണം. എത്ര സമയം ഞാൻ ഈ 6 മണിക്കൂറിൽ എത്ര സമയം ഞാൻ എടുത്തു, എന്തിനൊക്കെ ചെയ്തു. ആരെങ്കിലും എഴുതാറുണ്ടോ ഡെയിലി? എഴുതാറില്ലെങ്കിൽ എഴുതുക. നീ എഴുതില്ലെങ്കിലും മനസ്സിലെങ്കിലും ഒന്ന് അനലൈസ് ചെയ്യണം. പേപ്പർ, നിങ്ങൾ എഴുതുന്നത് പേപ്പറിലാണെങ്കിലും നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് സർ. ഇറ്റ് ക്രിയേറ്റ്സ് വണ്ടേഴ്സ്. സോ ഒരു ദിവസം കഴിഞ്ഞു, അടുത്ത ദിവസം സന്തോഷകരമായി മറ്റൊരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ചെയ്താൽ എന്തൊക്കെ പറഞ്ഞു, ഒന്ന് റീക്യാപ്പിലേക്ക് പോയാൽ. Closing the door. Then emotional well-being. Yes. Financial well-being. Financial. Yes. Business well-being. Yes, thank you. System or responsibility. Gratitude. Growth and well-being. Growth, well-being, physical well-being, and relationship well-being. Okay, thank you so much. നമുക്ക് ജസ്റ്റ് 1 മിനിറ്റ് കൂടി ഞാൻ എടുക്കാം. നമുക്കൊന്ന് ഇതൊക്കെ ക്ലാസ് ഒക്കെ ഇട്ട് എല്ലാവരും പോകും, അതങ്ങ് മൂടിക്കളയും. I don't want you to allow that. So നമുക്ക്
ചെയ്യുന്നവർ ചെയ്യട്ടെ. നമുക്ക് ജസ്റ്റ് 1 minute ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഓൾ ഓഫ് യു പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഇപ്പോൾ ഒരു ഡെസിഷൻ എടുക്കാം. ഈ 7 കാര്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. എമോഷണൽ വെൽബീയിങ് തീരുമാനിച്ചോ? ഈ സെഷൻ കഴിയുമ്പോൾ തന്നെ നോട്ട്ബുക്കിൽ കൊണ്ട് എഴുതി വെച്ചോളൂ, വാട്സപ്പിൽ എഴുതി വെച്ചോളൂ. എമോഷണൽ വെൽബീയിങ് എത്ര സമയം നിങ്ങൾ കൊടുക്കും? ടേക്ക് എ ഡിസിഷൻ നൗ. വിഷ്വലൈസേഷൻ എങ്ങനെ ചെയ്യും? സ്റ്റോറി ഡെയിലി അതേ സ്റ്റോറി, സെയിം സ്റ്റോറി. ക്രിയേറ്റ് ദാറ്റ് സ്റ്റോറി. ഫേക്ക് ഇറ്റ്, ഫീൽ ഇറ്റ്, മേക്ക് ഇറ്റ്. ഡെയിലി ഒരേ സ്റ്റോറി ഒരേ രീതിയിൽ വിഷ്വലൈസ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ്, അമ്മയോട്, അച്ഛനോട്, അധ്യാപകരോട്, ചരാചരങ്ങളോട് നന്ദി പറയുന്ന പ്രക്രിയ ദിവസവും ചെയ്യണം. ഫേക്ക് ഇറ്റ് ആണോ ഫേക്ക് ഇറ്റ് ആണോ? ഫേക്ക് ഇറ്റ്, FAKE. മീൻസ് ഇല്ല, യഥാർത്ഥത്തിൽ ഇല്ല. അത് നമ്മൾ ഫേക്ക് ചെയ്യാണ്, ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണ്. സങ്കല്പിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ സന്തോഷം ഫീൽ ചെയ്യണം. അതായത് ഞാനൊരു കാർ മേടിച്ചാൽ ഒരു കാർ ഞാൻ മേടിക്കുമ്പോൾ ആ കാറിന്റെ പോർച്ചിൽ കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്ന രോമാഞ്ചമുണ്ടല്ലോ സാറേ, അതങ്ങ് ഫീൽ ചെയ്യണം. അതിനെയാണ് ഫീൽ ഇറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മേടിക്കാത്ത ഒരു ബെൻസ് കാറിനെ നമ്മൾ സങ്കല്പിക്കുന്നു, ആ കാർ മേടിച്ചതായിട്ട് സങ്കല്പിക്കുന്നു. സങ്കല്പിച്ചാൽ മാത്രം പോരാ, അതെന്റെ കാർ പോർച്ചിൽ കിടക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു അഭിമാന ബോധം ഉണ്ടല്ലോ സാറേ, അത് എങ്ങനെ ബോർഡിലേക്ക് ഇറച്ചു കയറണം. വെൻ യു വിഷ്വലൈസ് ദാറ്റ്, ആ ഫീലിംഗ് വരണം. വാട്ട് എവർ ദ ഡ്രീം, നിങ്ങളുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫീലിംഗ് നമ്മുടെ ശരീരത്തിലേക്ക് അരിച്ച് കയറുന്ന അതുണ്ടാകണം സാർ, ആ ഫീലിംഗ്. ദെൻ ഇറ്റ് വിൽ കം ടു യു. അപ്പൊ അത് ചെയ്യാൻ എത്ര ചെയ്യും? എത്ര സമയം? ഫിനാൻഷ്യൽ വെൽബീങ്. ഞാൻ എൻ്റെ പേഴ്സണലിലെ പണം നോക്കും, അക്കൗണ്ടിലെ പണം നോക്കും, എൻ്റെ ബഡ്ജറ്റ് നോക്കും. എനിക്കറിയണം കഴിഞ്ഞ മാസം എത്ര ചെലവായി. ഞാൻ പ്ലാൻ ചെയ്യും അടുത്ത മാസം എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ആദ്യം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് ചെലവഴിക്കും. നാളെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കും. നാളെ തന്നെ, നോട്ട് നെക്സ്റ്റ് വീക്ക്, tomorrow itself. Find out. സിസ്റ്റം, ഓഫീസിൽ, ബിസിനസ്സിൽ, വീട്ടിൽ സിസ്റ്റം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ വീട് മുന്നോട്ട് കുതിക്കും. എനിക്ക് ഭാര്യയ്ക്ക് സംഭവിച്ചാലും എൻ്റെ മക്കൾ മുന്നോട്ട് കുതിക്കും. അങ്ങനെ സിസ്റ്റം ഉണ്ടാക്കും. മേക്ക് ഷുവർ ദാറ്റ് യു മേക്ക് ഇറ്റ്. ഗ്രോത്ത് ദിവസവും ഞാൻ പഠിക്കും. വീഡിയോ ആകാം, ഓഡിയോ ആകാം, പുസ്തകങ്ങളാകാം. ബട്ട് ഐ വിൽ ഗ്രോ. എന്റെ ഗ്രോത്തിന് വേണ്ടി ഞാൻ കണ്ടുപിടിച്ച മാർഗങ്ങളുണ്ടാവും. അത് പലതുമാകാം. എക്സസൈസും ആവാം, പുതിയ ഐഡിയാസ് ആവാം, പലതുമാകാം. ഫിസിക്കൽ വെൽബീയിങ്. ദൈവം തന്ന ലക്ഷക്കണക്കിന് ബില്യൺ സംഭവങ്ങൾ, ഹോർമോൺസുകൾ, പല അവയവങ്ങൾ, നാഡിഞരമ്പുകൾ, വിചാരങ്ങൾ, സന്തോഷം, അഭിമാനം, നാണം, ലജ്ജ, സങ്കടം, ദുഃഖം, സന്തോഷം, ആനന്ദം, അർമാദിക്കൽ, നമ്മൾ പറയുന്ന ഈ വികാരങ്ങൾ, പ്രേമം, പ്രണയം എല്ലാം എനിക്ക് തന്ന ഈ ശരീരം, ദിവ്യമായിട്ടുള്ള ഈ ലോകത്തിൽ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള, അത്ഭുതപ്പെടുത്തുന്ന ദിവ്യമായ ഈ ഗിഫ്റ്റ് ഞാൻ വഷളാക്കിയത് ഖേദിക്കുന്നു. പക്ഷെ ഇനി ഞാൻ കൊടുക്കില്ല. ദൈവം തന്ന അമൂല്യമായ വരദാനത്തെ ഞാൻ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇനി ഞാൻ ചെയ്യില്ല. ഇത് ദൈവം തന്ന അമൂല്യമായ സമ്പത്താണ്, എന്റെ മാത്രം സ്വത്താണ്. ഇതിനെ ഞാൻ പരിപാലിച്ചു കൊണ്ട് നടക്കും. ഒരു വെറുതെ കിട്ടിയ ഒരു വാച്ചാണെങ്കിൽ, കളിപ്പാട്ടം കിട്ടിയ പോലത്തെ വാച്ചാണെങ്കിൽ നമ്മളത് കെയർ ചെയ്യില്ല. പക്ഷെ റേഡോ വാച്ചാണെങ്കിൽ നമ്മളത് കെയർ ചെയ്യും. നിങ്ങൾക്കുള്ളത് റേഡോ വാച്ചിനേക്കാൾ വിലമതിക്കാനാകാത്ത സമ്പത്ത്, ശരീരം. മേക്ക് ഇറ്റ്, കീപ് ഇറ്റ്. ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യും. റിലേഷൻഷിപ്പ് വിഷ്വലൈസ്. സമയം കൊടുക്കും. ഭാര്യയ്ക്കും മക്കൾക്കും ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും സമയം കൊടുക്കും. ആ നരച്ച താടി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, കൗതുകമോ കുസൃതിയൊക്കെ പങ്കുവെക്കും. കൺപോളകളുടെ സൈഡിൽ വരുന്ന ആ വരകൾ പോലും നിങ്ങൾ കണ്ടിട്ടില്ല. ഒന്ന് നോക്കൂ. ഭർത്താവ് ഒന്ന് മടിയിൽ കിടന്നിട്ട് എത്ര ദിവസമായിട്ടുണ്ടാകും. ഭാര്യയെ മാറോട് ചേർത്ത് വെച്ചിട്ട് നീ എന്താണ് ക്ഷീണിച്ചു പോകുന്നുണ്ടോ? നിനക്ക് എന്താണ് വിഷമം? നീ എന്നോട് മിണ്ടാറില്ലല്ലോ, എന്ത് പറ്റി നിനക്ക്? അമ്മയെ വിളിച്ചോ, അച്ഛനെ വിളിച്ചോ, നമുക്ക് അമ്മയുടെ അടുത്ത് പോകാം, നീ റെഡിയാവും. അമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം, റെഡി ആയിക്കോ. മൂഡ് ഓഫ് ആണോ?
അടുത്ത ആഴ്ച നമുക്ക് ടൂർ പോകാം. ആ നെറുകയിൽ ഒരു മൊത്തം കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഇല്ലെങ്കിൽ make it. Keep that relation going. Please open your eyes. Any question and answers? No questions, but really powerful. Anyone? Any doubts? Questions? If there is no questions, ഈ 7 സംഭവങ്ങൾ കുറെയൊക്കെ എന്നെ സഹായിച്ച സംഭവങ്ങൾ, ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ എന്നെ സഹായിച്ചതും ഞാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും അതിനകത്ത് പലതും ആഡ് ചെയ്യുന്നതും ചിലത് റിമൂവ് ചെയ്യുന്നതും എല്ലാം ഉണ്ട്. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. യു ഫൈൻഡ് ഔട്ട് നെക്സ്റ്റ് ഫോർമുലാസ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി നിങ്ങളോട് പറയും അടുത്തത് എന്ത് ചെയ്യണം. പറയുന്നേ ഉറപ്പായിട്ട് പറയും. ചെയ്താൽ പറയും, ചെയ്തില്ലെങ്കിൽ മാറ്റി പോകും. അപ്പോ ഇതും ഇതിലപ്പുറവും പഠിക്കാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും നിങ്ങൾ സെറ്റ് ചെയ്ത ഗോൾസ് നിങ്ങളെ തേടി വരാനും, നിങ്ങൾ പോകണ്ടെന്നേ, നിങ്ങളെ സെറ്റ് ചെയ്ത് നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളിലേക്ക് അത് വരുവാനും എല്ലാവരെയും ബ്ലസ് ചെയ്തുകൊണ്ട് ഈ അവസരം തന്ന ഉറവ് ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഐ എം സ്റ്റോപ്പിംഗ് ദിസ് സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സാർ. ഞാൻ സാധാരണ 6 മണിക്ക് മൊബൈൽ മാറ്റി വെക്കണതാ. പ്രദീപ് സാറിന്റെ ക്ലാസ് നിന്ന് കേട്ടപ്പോ മൊബൈൽ എടുത്തതെന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ നോക്കിയൊക്കെ ഇരിക്കൂലേ, ഞാൻ അതൊക്കെ ടൈമിങ്ങിനൊക്കെ മാറ്റി വെക്കുന്ന ഒരാളാണ്. മാത്യച്ചൻ എന്താ പറഞ്ഞായിരുന്നു? പോയാ ഉണ്ടായിരുന്നു, പോയി. ജയശ്രീ മാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതവണ പല പ്രാവശ്യം പല രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും സത്യം പറയാലോ, yours was such a powerful and energetic presentation. അത് നമുക്ക് അനുസരിച്ച് എനിക്ക് ഫൈനാൻസസ് ഒക്കെ കേട്ട് മടുത്ത സാധനം, പക്ഷെ എനിക്ക് ചെയ്യാനേ തോന്നാറില്ലാത്തൊരു കാര്യമാണ്. ഇനി എന്ത് ചെയ്യാനെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നി തീർച്ചയായും ചെയ്തു നോക്കണമെന്ന്. ഓക്കെ, എന്നെ നമ്മുടെ ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ പോൾ പടിയാട്ടി സാറിനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. വാസ്തവത്തില് 97 എപ്പിസോഡ് പൂർത്തിയായപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത്രയും യങ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ജീവിത വിജയത്തിൻ്റെ ഒരു ഫോർമുല തരികയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ എവിടെ കേട്ട കാര്യങ്ങളെയും കാളും ഒരു കൊച്ചു പിച്ചാത്തി എന്ന് പറയുന്ന വിധത്തിൽ നമ്മുടെ കാര്യങ്ങൾ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കാവുന്ന രീതിയിൽ ഈ ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന മാർഗങ്ങൾ ആണ് ഇന്ന് അവതരിപ്പിച്ചത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഞങ്ങളുടെ ഈ ഉറവിൻ്റെ പേരിൽ ഇവിടെ സന്നിഹിതരായിരുന്ന ഓരോരുത്തരുടെയും പേരിൽ പ്രദീപ് കുമാർ സാറിന് നന്ദി പറയുന്നു. നന്ദി. അടുത്തതായിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് സെലീന മാഡത്തിനാണ് നന്ദി പറയേണ്ടത്. അതുപോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കുന്ന ഡോക്ടർ പി വി ജോസഫ് സാറിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ സെക്രട്ടറി സൈജു സേവ്യറിന് നന്ദി പറയുന്നു. മുഹമ്മദ് സാറ് ഞങ്ങളുടെ കേന്ദ്ര എക്സിക്യൂട്ടീവിലുള്ള അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്നേഹകാംക്ഷികളായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും പേര് പറയാനാണെങ്കിൽ എല്ലാവരുടെയും പേരിവിടെ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ നോക്കണം. ഇന്ന് ഏകദേശം 52 പേര് ഇത് കേൾക്കാൻ വന്നു. എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് ഒഫീഷ്യലായിട്ടുള്ള ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.
താങ്ക് യു പോൾ സാറേ.